എത്തും. ഇനി വളരെയധികം നമുക്ക് വിജ്ഞാനപ്രദവും രസപ്രദവുമായൊരു ക്ലാസ്സാണ് ഇവിടെ നയിക്കുന്നത്. ബഹുമാന്യനായ ഇനു കെ സാറിന് സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യം. ബഹുമാന്യനായ സാറ് ഇപ്പോൾ മനുഷ്യരുടെ എന്ന പേരിൽ സാഹിത്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മികച്ച ഒരു അധ്യാപകനാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കലാകായിക രംഗങ്ങളിലേക്കും സാമുദായിക രംഗങ്ങളിലേക്കും ഇത്രയധികം പ്രത്യക്ഷമായും പരോക്ഷമായും പ്രവർത്തിച്ചുകൊണ്ട് ബാലസാഹിത്യവേദിയിലൂടെ ബാലജന സംഘത്തിലൂടെ ഉയർന്നു വന്ന് ഇപ്പോൾ സഭയ്ക്കും നമ്മുടെ അഖില മലങ്കര അടിസ്ഥാനത്തിൽ തന്നെ സഭയ്ക്ക് പല പ്രസ്ഥാനങ്ങളിലെ ബാലികാ സമാജങ്ങളിലായാലും യുവതി സമാജങ്ങളിലായാലും കുടുംബമായിട്ട് തന്നെ പ്രവർത്തിക്കുകയും നമ്മുടെ വിവിധ ഭദ്രാസനത്തിൽ മാത്രമല്ല നമ്മുടെ മലങ്കര സഭയിൽ തന്നെ തികഞ്ഞ പ്രതിഭ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമ്പന്നനാണ് അദ്ദേഹം. ഈ അടുക്കളയുടെ അരങ്ങിൻ്റെ അടുക്കളയിലേക്ക് എന്ന പരിപാടി നമുക്കിവിടെ അവതരിപ്പിച്ച് നമ്മൾ ധന്യരാക്കി തീർക്കും. ആർക്കും ഒരു വിരസതയും ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് വിജ്ഞാനപ്രദവും രസകരവുമായ രീതിയിൽ ക്ലാസ് നയിക്കുന്ന അദ്ദേഹത്തിന് കഴിവുണ്ട്. അദ്ദേഹത്തോട് ഒന്നിച്ച് ചില ക്ലാസ്സുകളിലൊക്കെ കോഴ്സുകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ വളരെ രസപ്രദമായ രീതിയിൽ അനങ്ങാതെ ഇരിക്കും. പക്ഷേ ആ പ്രതിഭ ഉള്ളിലിരിക്കുന്ന പ്രതിഭ നമുക്ക് പുറത്തു വരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. ചില വാക്കുകളിലൂടെ വന്നാൽ പോലും അത് വളരെയധികം അർത്ഥവത്തായിരിക്കും. നമുക്ക് ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ബഹുമാന്യനായ സാറിനെ ഈ യോഗത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പരിപാടിയിലേക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി സ്വാഗതം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ആരൊന്നും പറയുന്നില്ല, ഒരു 5-6 പേര് പറഞ്ഞ നമസ്കാരം. കയ്യിലൊക്കെ പുസ്തകവും പേനയൊക്കെ ആയതുകൊണ്ടായിരിക്കും ആരും ഇങ്ങനെയൊന്നും കാണിക്കാഞ്ഞല്ലേ. നമ്മുടെ ശീലങ്ങളൊക്കെ മാറി വരിക നാട്ടിൽ, അതുകൊണ്ടാണ്, സാരമില്ല. പള്ളിയിലെ അച്ഛൻ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. നോക്കിയപ്പോൾ പ്രസംഗം കേൾക്കാൻ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അച്ഛനാകെ വിഷമായിപ്പോയി. അച്ഛൻ പറഞ്ഞു, ഒരാൾക്ക് വേണ്ടി എന്തിനാ പ്രസംഗിക്കുന്നേ, നീ പൊക്കോ, ഞാൻ അടുത്ത ദിവസം പ്രസംഗിച്ചോളാം. ഇപ്പം കുട്ടി പറഞ്ഞു, അതെ അച്ഛാ, ഞങ്ങൾ കൃഷിക്കാരാണല്ലോ, അമ്മ കോഴിക്ക് തീറ്റ കൊടുക്കാനൊക്കെ വിളിച്ചാൽ ഒരു കോഴിയെ വന്നുള്ളെങ്കിലും അമ്മ തീറ്റ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരാളെ ഉള്ളെങ്കിലും അച്ഛൻ ധൈര്യമായിട്ട് പ്രസംഗിച്ചോ, ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞു. അച്ഛൻ പ്രസംഗിച്ചു. 1.5 മണിക്കൂർ പ്രസംഗിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ കൃഷിക്കാരാണ്, അമ്മ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വിളിച്ചാൽ ഒരു കോഴിയെ ഉള്ളെങ്കിലും തീറ്റ കൊടുക്കുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ആ കൊണ്ടുവന്ന തീറ്റ മുഴുവൻ ആ ഒരു കോഴിക്ക് കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞില്ല എന്നുള്ള ബോധം എൻ്റെ അടുത്തുണ്ടായത് കൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് അറിഞ്ഞൊക്കെ ചെയ്യാം. കാരണം എന്താണെന്നറിയോ, ഈ അച്ഛന്മാർക്ക് വേണമെങ്കിൽ ക്ലാസ് എടുക്കാം, പക്ഷേ അച്ഛന്മാരുടെ ഭാര്യമാർക്ക് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും എല്ലാവരും, അത് നിങ്ങൾക്ക് മനസ്സിലായി, എനിക്കും മനസ്സിലായി. സാരമില്ല, നമുക്ക് തുടങ്ങാം. ഒന്നും മിണ്ടത്തില്ല ആരും. എന്നോട് ടീച്ചർ പറഞ്ഞത് ക്ലാസ് ഒന്നും എടുക്കണ്ട, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരു ഉറങ്ങാത്ത രീതിയിൽ ഇരുത്തണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്കും അതേ അറിയത്തുള്ളൂ. ക്ലാസ് എടുക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്താ, ഭക്ഷണം നല്ലതായിരുന്നു, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഉറക്കമൊന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. തുടങ്ങാം. ഒരു ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. എനിക്ക് കൂടുതലും കൊച്ചു പിള്ളേരോടുള്ള കൂട്ടാക്കി, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, വല്ലതൊക്കെ പറയണം കേട്ടോ. ശരി, ഒരു ലഡു കഴിച്ചുകൊണ്ട് തുടങ്ങാം. എല്ലാവരും കയ്യിൽ ഒരു ലഡു എടുത്തേ. ചിലരെടുക്കാത്ത എന്താണെന്ന് എനിക്കറിയാം, സാരമില്ല, തൽക്കാലം സങ്കല്പിക്കുകയാണ്. ഒരുമാതിരിപ്പെട്ട ഓർത്തഡോക്സുകാർക്കെല്ലാം ഉള്ള അസുഖം നമുക്കും കാണും. അതുകൊണ്ട് തൽക്കാലം ലഡു എടുക്കുന്നതിന് പ്രയാസപ്പെടേണ്ട, ഒരു ലഡു കയ്യിലെടുക്കുക. ഇനി എടുക്കാത്തവരുണ്ട്, എന്നാൽ പിന്നെ ഞാൻ 1.5 മണിക്കൂർ ഇവിടെ നിൽക്കുന്ന പാടായിരിക്കും. അവിടെ ഒരാളെ ലഡു എടുത്തിരിക്കുകയാണ് കേട്ടോ. ഒരു ലഡു എടുക്കാമെന്നാണ് പറഞ്ഞേ. ഞങ്ങളുടെ നാട്ടിലുള്ള ലഡുവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വേറെ ആൾ ലഡു എടുത്ത് പിടിച്ചിരിക്കുകയാണ്. ഇനി ലഡു എടുക്കാത്തവരുണ്ടോ? ആ സങ്കടം കേട്ടോ.
ഇനി ലഡു എടുക്കാത്തവരുണ്ട്. ഞാൻ അതുകൊണ്ട് അങ്ങനെ പതുക്കെ നോക്കി നിൽക്കുന്നേ. നിങ്ങളെ കൊണ്ട് ലഡു എടുപ്പിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. എങ്ങനെയുണ്ട്? നല്ല രുചിയുള്ള ലഡുവാണോ? ഇതാണ് ചോദ്യം. ചോദിക്കുന്നതിൻ്റെ ബാക്കിയേ പറയാവൂ. ഈ കയ്യിൽ എടുത്തു പിടിച്ചിരിക്കുന്ന ലഡുവിന് രുചിയുണ്ടോ? ഉണ്ടോ? ഒരാൾ പറയാം തിന്നു നോക്കിയില്ലെന്ന്. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ വിചാരം. കയ്യിലെടുക്കാൻ പറഞ്ഞ് രുചി ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടോ ഇല്ലയോ? ഇല്ല, അറിയത്തില്ല. ഓ എൻ്റെ പൊന്നെ, രുചി ഉണ്ടോ ഇല്ലയോ? ഇല്ല. ശരി ശരി ശരി, ഒരു കാര്യം ചെയ്യുക. ഇത് കുറച്ചുകൂടെ മുഖത്തിനടുത്ത് പിടിച്ച് നോക്കുക. ഇപ്പം രുചിയുണ്ടോ? ഇപ്പോഴും ഇല്ല. ഇല്ല, ശരി. അത് ചുണ്ടിനോട് ചേർത്ത് പിടിച്ച് നോക്കിയേ. മീൻ്റെ മണമാണ്. അത് കഴിഞ്ഞു. ഇനി ലഡുവിൻ്റെ മണം വരട്ടെ. ഈ ചുണ്ടിനോട് ചേർത്ത് പിടിച്ചപ്പോൾ രുചിയുണ്ടോ? അവിടെ ഒരാൾക്ക് രുചിയുണ്ടെന്ന്. ഞാൻ ചുണ്ടിനോട് ചേർത്ത് പിടിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ പതിവ് സ്വഭാവം അനുസരിച്ചുള്ള പറഞ്ഞില്ല. ശരി, ചെറുതായിട്ടൊന്ന് കടിച്ചേ. കടിച്ചാൽ മാത്രമേ. ഇറങ്ങട്ടെ അങ്ങോട്ട്. പ്രയാസമാണ്. ഒരു കാര്യം ചെയ്യ്, ബാക്കിയൂടെ കഴിച്ചോളുക. ഇപ്പം എങ്ങനെയുണ്ട്? രുചിയുണ്ടോ? ഇപ്പോഴും രുചിയുണ്ടോ? ഇവിടെ ചെറിയ ആളുകളൊക്കെ ഉണ്ട് പറയാൻ. ഇപ്പം രുചിയില്ല? സാരമില്ല, അത്യാവശ്യമായിട്ട് ഒരു ഡോക്ടറെ കാണണം. കാരണം സാധാരണഗതിയിൽ ലഡുവൊക്കെ കഴിച്ചാൽ രുചി ഉണ്ടാവേണ്ടതാണ്. ഒരു ചോദ്യം, ഈ ലഡുവിന് എപ്പോഴാണ് രുചി തോന്നിയത്? എപ്പോഴാണ് രുചി തോന്നിയത്? നാക്കേ മുട്ടിയപ്പോഴാണ്. ശരി. എന്തായാലും വെളിയിലിരുന്ന ലഡു നമ്മുടെ അകത്ത് ചെന്നപ്പോഴാണ് രുചി തോന്നിയത്. എല്ലാ കാര്യങ്ങളും ഇതുപോലെയാണ്. ഞാനിവിടെ നിന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് രുചികരമാകണമെന്നില്ല. അതെപ്പോഴാണ് രുചികരമാകുന്നത്? ആ കുഞ്ഞിൻ്റെ ശബ്ദം നല്ലതാണ്, പക്ഷേ ഇടയ്ക്ക് മൊത്തം പേരും അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ്. ശരി. എപ്പോഴാണ് ഇത് ആസ്വദിക്കാൻ കഴിയുന്നത്? ഉള്ളിലാകുമ്പോഴാണ്. ഇത് എൻ്റെ ഏകപക്ഷീയമായൊരു പരിപാടിയൊന്നുമല്ല. ഒച്ചയൊക്കെ എടുക്കുമോ? എനിക്ക് വലിയ പ്രയാസം തോന്നുന്നു. ഒച്ചയൊക്കെ എടുക്കുമോ? ഒരു പാട്ട് പാടാം. നിങ്ങൾ പാടണം കേട്ടോ. ഒരു പാട്ട് പാടാം, പടം വരയ്ക്കുന്ന പാട്ടാ. ഞാൻ ഈ മൈക്കിൻ്റെ അടുത്ത് മാറി. ശബ്ദം വളരെ അത്യാവശ്യത്തിന് ഉണ്ടായതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കുന്നതുകൊണ്ട് താല്പര്യമില്ല. വായിക്കാം അവിടെ. വാല് വരച്ചു മേലോട്ടെന്ന. വാല് വരച്ചു മേലോട്ടെന്ന ഒരു പടം വരയ്ക്കുന്ന പാട്ടാണ്. ഈ പടം വരയ്ക്കുന്ന പാട്ടാണ്. വാല് വരച്ചു മേലോട്ട്, അത് പഠിച്ചോ. നാവ് വരച്ചു താഴോട്ട്, മൂക്ക് ഇത്തിരി. എന്താ എഴുതുകാരുടെ ഭാഗമായിരിക്കും ഇത്. എഴുതണ്ട, കാണാതെ പഠിക്കാൻ പറ്റും. എഴുതി സമയം എടുക്കണ്ട. വേണം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ശരി, കേട്ടെ. വാല് വരച്ചു മേലോട്ട്, നാവ് വരച്ചു താഴോട്ട്, മൂക്കൊരിത്തിരി, കുറ്റിച്ചെവിയും. ഒരു ചിത്രം വരച്ചത് ആരുടെ ചിത്രമായിരിക്കും? ആരുടെ ചിത്രം വരച്ചേ? മങ്കി. കൊള്ളാം. നായ, പൂച്ച, ലുട്ടാപ്പിയോ? ലുട്ടാപ്പി, മുയൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു വാല് മുകളിലേക്ക് വരച്ചു, ഒരു നാക്ക് താഴേക്ക് വരച്ചു, ഒരു ഇത്തിരി മൂക്ക് വരച്ചു, രണ്ട് കുറ്റിച്ചെവി വരച്ചു. അപ്പോഴാലോചിച്ചല്ലേ. നായുടെ ചിത്രം നന്നായി. നായുടെ ചിത്രം ഇതാണ് പാടാൻ പോകുന്നത്. ഞാനൊന്ന് പാടിത്തരാം. ഉറക്കെ പാടുവോ? പാടുവോ? വാലു വരച്ചു മേലോട്ട്. ശബ്ദം വരണം കേട്ടോ. വാലു വരച്ചു മേലോട്ട്, നാവു വരച്ചു താഴോട്ട്, മൂക്കൊരിത്തിരി കുറ്റിച്ചെവിയും, നായുടെ ചിത്രം നന്നായി. ഒന്നിച്ചു പാടാ. ഇനി മറ്റേത് വേണ്ട, വിളിച്ചു തരിക. അടുത്ത ആൾ വിളിക്കാതെ വേണ്ട. ഒന്നിച്ച് പാടാം. പാടിക്കോ. വാലു വരച്ചു മേലോട്ട്,
നാവു വരച്ചു താഴോട്ട്, മൂക്കൊരിത്തിരി കുറ്റിച്ചെവിയും നായുടെ ചിത്രം നന്നായി. മൂക്കൊരിത്തിരി കുറ്റിച്ചെവിയും നായുടെ ചിത്രം നന്നായി. എവിടാ വരച്ചത്? എവിടാ വരച്ചത്? ഓ, എനിക്ക് സന്തോഷമായി. ഒന്ന് ചിത്രം പേര് ഒരേ ഉത്തരം പറഞ്ഞല്ലോ. എവിടെ വരച്ചത്? ഇത് നമുക്കറിയാവുന്ന സാധനമാണ്. പിള്ളേരുടെ അടുത്ത് പോയി ക്ലാസ് എടുക്കാൻ പോയി അവർക്ക് അറിയില്ല ഇതെന്താണ് സ്ലേറ്റ് എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. കാരണം അവർ അമ്മച്ചി പറയാൻ പറ്റില്ല, അവർ മമ്മിയുടെ വയറ്റിൽ നിന്ന് വരുമ്പോഴേ ലാപ്ടോപ്പ് കൊണ്ടാണ് വരുന്നതെന്ന് അവരുടെ വിചാരം. അതുകൊണ്ട് അവർക്ക് സ്ലേറ്റ് അറിയാം, നമുക്കറിയാം. അതുകൊണ്ട് മനസ്സിലിങ്ങനെ വരച്ച ചിത്രം സ്ലേറ്റിലേക്ക് പകർത്തുമ്പോൾ, മനസ്സിലിങ്ങനെ വരച്ച ചിത്രം സ്ലേറ്റിലേക്ക് പകർത്തുമ്പോൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു വാല് മുകളിലേക്ക് വരച്ചു, ഒരു നാവ് താഴേക്ക് വരച്ചു, ഇത്തിരി മൂക്ക് വരച്ചു, 2 കുറ്റി ചെവി വരച്ചു. എവിടെ വരച്ചു? മനസ്സിൽ വരച്ചു വെച്ചു. മനസ്സിൽ വരച്ച് വെച്ചത് സ്ലേറ്റിലേക്ക് എടുത്ത് പകർത്തുകയാണ്. സ്ലേറ്റിലേക്ക് പകർത്തുമ്പോൾ നോക്കിക്കേ, ഒരാൾ വരച്ചു. ചിത്രം വരയ്ക്കാൻ അറിയാമായിരുന്നു. വേറൊരാൾ വരച്ചെടുത്ത് നോക്കി, നരിയുടെ കൂട്ടിരുന്നു. എന്താണ് സാധനം? നരി. നമുക്കറിയാം, നമ്മുടെ അടുത്തുനിന്ന് ഒരു ദീർഘം അങ്ങോട്ട് മാറിപ്പോയാൽ മതി, നമ്മൾ അതായി തീരുമെന്നാണ് പറയുന്നത്. ആയത് നായോ നരിയോ. എല്ലാവരും എഴുതുന്ന തിരക്കില്ല. ദൈവമേ, ഇതെല്ലാം കൂടെ എഴുതിയെടുത്തോണ്ട് പോയി. ആയത് നായോ നരിയോ കരിയോ, പാമ്പോ ചേമ്പോ ചുണ്ണാമ്പോ. അപ്പോൾ ഒരാളുടെ സ്ലേറ്റ് എടുത്ത് നോക്കി, അതിമനോഹരമായ നായയുടെ ചിത്രം. വേറൊരാളുടെ സ്ലേറ്റ് എടുത്ത് നോക്കി, ഒരു നരിയുടെ കൂട്ടിരിക്കുന്നു. മറ്റൊരാളുടെ സ്ലേറ്റ് എടുത്ത് നോക്കി, കരിയുടെ കൂട്ടിരിക്കുന്നു. അതിൻ്റെ കരി ആനയെന്നും പറയാം, കരിക്കട്ട എന്നും പറയാം. അതും അറിയത്തില്ല. ഇപ്പോൾ കരിക്കട്ടയെല്ലാം ഗ്യാസ് ഒക്കെ ആയതുകൊണ്ടും അറിയത്തില്ല. പിന്നെന്താ? ചേമ്പ്. പാമ്പ്. ഒരു വാലൊക്കെ വരച്ച് വെച്ചതല്ലേ, ഒരാളെടുത്ത് വെച്ച് വരച്ച് നോക്കിയപ്പോൾ പാമ്പിൻ്റെ കൂട്ടിരിക്കുന്നു. വേറൊരാളുടെ സ്ലേറ്റ് എടുത്ത് നോക്കി, ചേമ്പിൻ്റെ കൂട്ടിരിക്കുന്നു. വേറൊരാളുടെ സ്ലേറ്റ് എടുത്തൊക്കെ ചുണ്ണാമ്പിൻ്റെ കൂട്ടിരിക്കുന്നു. എവിടെ ചെന്നാലും പിള്ളേർക്ക് എപ്പോഴും അറിയാവുന്ന ഒരേ ഒരു സാധനം അതാണ്. ഞാനൊരു ക്ലാസ്സിൽ ചെന്ന് ചോദിച്ചു, അവർ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ അറിയാവുന്നത്? ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സീരിയലിലും സിനിമയിലും ഒക്കെ വെള്ള സാരി ഉടുത്തോണ്ട് വരുന്ന ചേച്ചി ചോദിക്കുന്ന സാധനമല്ലയോ സാറേ അത്? എന്താ? ചുണ്ണാമ്പുണ്ടോന്ന്. അത് നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. സന്തോഷമായി. അപ്പം നമുക്ക് ആദ്യം തൊട്ട് പാടാം. അപ്പോൾ ഓരോരുത്തരുടെയും വര എങ്ങനെ ഇരിക്കണമെന്നുള്ളത് ആരാ തീരുമാനിക്കുന്നേ? ഇപ്പം കാണാമല്ലോ. ശരി, ഉറക്കെ പാടുവോ? ശരി, ആദ്യം തൊട്ട് പാടാം. വാലു വരച്ചു മേലോട്ട്, നാവ് വരച്ചു താഴോട്ട്, ചിത്രം നന്നായി. മനസ്സിലിങ്ങനെ വരച്ച ആയത് നായോ നരിയോ കരിയോ പാമ്പോ ചേമ്പോ ചുണ്ണാമ്പോ. 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 പാമ്പോ ചേമ്പോ ചുണ്ണാമ്പോ. ആയത് നായോ നരിയോ കരിയോ പാമ്പോ ചേമ്പോ ചുണ്ണാമ്പോ. ആയത് നായോ നരിയോ കരിയോ പാമ്പോ ചേമ്പോ. ഞാൻ മാത്രമേ പാടാം. ആയത് നായോ നരിയോ കരിയോ പാമ്പോ ചേമ്പോ ചുണ്ണാമ്പോ. ആയത് നായോ നരിയോ കരിയോ പാമ്പോ ചേമ്പോ ചുണ്ണാമ്പോ. ആയത് നായോ നരിയോ കരിയോ പാമ്പോ ചേമ്പോ ചുണ്ണാമ്പോ. മനോഹരമായ ജീവിതത്തിൽ ഇതുപോലെയാണ്. എല്ലാവരും മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വെക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളടുത്ത് പറയേണ്ട ആളുകളല്ലോ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നു. പക്ഷെ കുട്ടികളോട് പറയുമ്പോൾ പറയാം, നമുക്ക് ഇനി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്.
പക്ഷേ ജീവിതത്തിൻ്റെ മനസ്സിൽ കാണുന്ന ചിത്രങ്ങളൊക്കെയും പ്രായോഗികതയുടെ സ്ലേറ്റിലേക്ക് പകർത്തുമ്പോൾ എന്തായിത്തീരണം? അത് കുട്ടിയായാലും വലിയ ആളായാലും നമുക്കൊക്കെ ഇപ്പോഴും സ്വപ്നങ്ങൾ ബാക്കിയാണ്, യാതൊരു സംശയവും. തീരുമാനിക്കേണ്ട നമ്മളാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയാണ്, എഴുതിയ ആളിനെ ഓർക്കണമല്ലോ. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയാണ്. അവിടെ ഒരു ചിത്രം കാണാമോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? പറഞ്ഞേ. സൈക്കിള് സൂക്ഷിച്ചു നോക്കണം. സൈക്കിളിൽ കയറിയിരിക്കുന്നു. സൈക്കിൾ ചവിട്ടുന്നു. ശരി, വേറെ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? പുതിയൊരു കണ്ടുപിടുത്തം ഉണ്ടായി. സൈക്കിള് ചവിട്ടിയാൽ മുന്നോട്ട് പോകും. അത് സത്യം. ഞാനതല്ലേ പറഞ്ഞത്. വേറെ മറിയാമെന്നാണോ പേര്? അല്ലല്ലോ. ശരി, മറിയാൻ പോവുകയാണ്. സൈക്കിള് മറിയാൻ പോവുകയാണ്. വേറെ കേട്ടെ, പലർക്കും പല അഭിപ്രായം ഉണ്ടായി. ഇത്രയുള്ളോ? കേൾക്കണം. ബാക്കി ഇനിയുണ്ട്. നിന്നില്ല. ടയറിന് കാറ്റ് പോയിരിക്കുകയാണ്. ഉള്ള കാര്യം പറയാം. ഏറ്റവും മുന്നിലിരിക്കേണ്ട ആള് തന്നെ ഇവിടെ വന്നിരുന്നത്. എനിക്ക് യാതൊരു സംശയമില്ല. ഇനി എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്താമോ? അപ്പോൾ നമ്മൾ എഡിസനോട് മത്സരിക്കാറാവും. എന്തോ ഇച്ചിരി അടുത്ത് പോയി നാളെ കാണാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞോ? ഇനിയും പുതിയ പറഞ്ഞോ. സൈക്കിള് ഇടത്തോട്ട് തിരിയുന്നു. മൈതാനത്ത് സൈക്കിൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞു. കേട്ടോണം. പഠിച്ചു കഴിഞ്ഞപ്പോ അവനൊന്ന് നിന്ന് ചവിട്ടണമെന്ന് തോന്നി, അങ്ങനെ ചെയ്യുകയാണ്. ഒരു ചിത്രം കണ്ടാൽ ലോകത്ത് ഒരിടത്ത് പോയാൽ ഇത്ര അഭിപ്രായം കേൾക്കാൻ വലിയ. ഞാൻ നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. വീണ്ടും എവിടെ പ്രശ്നം അറിയാമോ? ഞാൻ കിട്ടേണ്ട ഉത്തരവൊക്കെ ഇവിടെയൊക്കെ വന്നു. സാധാരണ ഒരാൾക്കുള്ള സൈക്കിൾ ചവിട്ടുകയാണ്, സൈക്കിൾ പഠിക്കുകയാണ്, സൈക്കിൾ തിരിക്കുകയാണ്, സൈക്കിൾ വളയ്ക്കുകയാണ്, ഇതെല്ലാം പറയും. പക്ഷേ ടയറിന് കാറ്റില്ലെന്ന് വരെ പറയണമെങ്കിൽ ഈ മുൻവിധികളാണ് നമ്മുടേതെല്ലാം. ഒരു ചിത്രം മാത്രമേ ഞാൻ കാണിച്ചു. ഈ മുൻവിധികളാണ്. ഒരു ദിവസം പള്ളിയിലെ അച്ഛന്മാരുടെ കഥ പറയുന്നത് ക്ഷമിക്കണം കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ കുറച്ചുകൂടെ പരിചയമുള്ള ഇടയ്ക്കൊക്കെ പറയും. പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത്, ആ പള്ളിയിലെ ഏറ്റവും മോശമായ എന്ന് പറഞ്ഞാൽ കുടിയനാണ്. പള്ളിയിൽ നല്ല സമയത്തൊന്നും വരാറില്ല. കാര്യങ്ങൾ മനസ്സിലായി അത്ര ഞാൻ പറയുന്നു. ഇയാൾ വന്നിട്ട് ഒരു പത്രം ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. വന്നിട്ട് അച്ഛൻ ഇയാൾ വരുന്ന കണ്ടു. അവൻ വരുന്നു നല്ല വിചാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വന്ന് ചോദിച്ചു. അച്ഛൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വന്ന് ചോദിച്ചു, അച്ഛാ ഈ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം അച്ഛൻ ഇങ്ങനെ ആലോചിച്ചു. എടാ യവൻ ഈ അസുഖം വന്നതാണ്, അതായിരിക്കും ഇവൻ ചോദിക്കുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞാ അതെ, കുടിയന്മാർക്ക് വരുന്നൊരു അസുഖമാണ്, ഈ തെമ്മാടികൾക്ക് വരുന്നൊരു അസുഖമാണ്, ജീവിതത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തവന്മാർക്ക് വരുന്നൊരു അസുഖമാണ് എന്ന് പറയാവുന്നതെല്ലാം പറഞ്ഞിട്ട് ഈ അച്ഛൻ ചോദിച്ചു, അല്ല നീ എന്താ അത് ചോദിച്ചത്? നമുക്കും അറിയണമല്ലോ, ആകാംക്ഷയുണ്ടല്ലോ, നീ എന്താണത് ചോദിച്ചത്? അപ്പോൾ ഇവൻ പറഞ്ഞു, അപ്പം പത്രം എടുത്ത് നോത്തിട്ട് പറഞ്ഞു, അച്ഛാ അല്ല, പത്രത്തിൽ കിടക്കുന്നു പോപ്പിന് ആർത്രൈറ്റിസ് ആണെന്ന്. ഇതാണ് നമ്മളുടെയും സ്വഭാവം. മുൻവിധിയാണ്.
പോട്ടെ, അത് വേണോ വേണ്ട ഇത്തരം ചർച്ചകൾക്ക് പറ്റിയ പ്രായമല്ലല്ലോ നിങ്ങളുടെ ആരുടെ. അതുകൊണ്ട് നമുക്കത് വിടാം. നമുക്ക് നോക്കാം. കാറ്റുണ്ട്, സമ്മതിച്ചു. കാറ്റ് പോവാതിരിക്കാൻ അവൻ ഇനി ശ്രദ്ധിക്കണം, അല്ലയോ? ശരി. ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ചില സ്വപ്നങ്ങൾ, ചില സങ്കല്പങ്ങൾ, ചില ചിന്തകൾ ഒക്കെ ഇതുപോലൊക്കെ ആയിരിക്കാം. ഞാൻ കുറച്ച് ഇങ്ങനെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, ടീച്ചർ എന്നോട് ക്ലാസ് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. സ്ത്രീകളുടെ പരിപാടിയാണ്. പിന്നെ പ്രത്യേകിച്ച് വിഷയമെന്ന് പറയുന്നത് അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു അവിയൽ ഉണ്ടാക്കുന്ന പരിപാടിയാകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പല അഭ്യാസങ്ങളും കാണിച്ചു പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അസ്വസ്ഥത ഇവിടെ പറയണം. ഇപ്പോൾ അവിയലാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, ആരും വിളിച്ചു പറയരുത്. ഉത്തരം ഞാൻ പറഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ പറയാവൂ. നിങ്ങൾക്ക് കണക്കറിയാമോ നോക്കാൻ പോവുകയാണ്. കണക്കറിയാമോ നോക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളുക. ആരും ഒരു അഭിപ്രായവും പറയരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ചോദിക്കുകയും ഒന്നും ചെയ്യരുത്. നമ്മൾ പരീക്ഷ എഴുതുക എന്നുള്ള വിചാരമൊന്നും ആർക്കും വേണ്ട. ശരി, കേട്ടോളൂ. കണക്കിതാണ്. 100 ഗ്രാം ചമ്മന്തി. സമ്മന്തി എന്ന് നിങ്ങളവിടെ പറയും. ശരി. 100 ഗ്രാം ചമ്മന്തി ഉണ്ടാക്കാൻ 1.74 സെൻറ്റിമീറ്റർ നീളമുള്ള മഞ്ഞൾ വേണം. കേട്ടോ, ഇതാ നോക്കരുതെന്ന് പറഞ്ഞേ. 1.74 എത്രനാ? 100-ന്. അങ്ങനെയാണെങ്കിൽ 250 ഗ്രാം ചമ്മന്തി ഉണ്ടാക്കാൻ എത്ര സെൻറ്റിമീറ്റർ മഞ്ഞൾ വേണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആരും മിണ്ടരുത്. നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് കണക്കിൻ്റെ കാര്യത്തിൽ വളരെ അറിയാം. ഒന്നുകൂടെ പറയാം. 100-ന് 1.74. നമ്മുടെ ചോദ്യം 250-ന് എത്ര വേണമെന്നുള്ളതാണ്. കണക്ക് കൂട്ടി നോക്കുന്നവരുണ്ട്. ഇനി ഉത്തരം പറയാം. ഞാൻ സമ്മതിച്ചതിന് എപ്പോഴാണെന്നറിയോ? ആദ്യമായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു 10 പേരിൽ കൂടുതൽ എഴുതി കണക്ക് കൂട്ടുകയാണ്. 100-ന് 1.74. അമ്മച്ചിയും കണക്ക് കൂട്ടി. അടുത്ത ചോദ്യം കേട്ടോണം. കാറ്റ് പോയ ആളാണ്. ഏത്? അത്രയും നീളമുള്ള മഞ്ഞളുണ്ടോ എന്ന്. അയ്യോ, ചമ്മന്തിക്ക് മഞ്ഞൾ വേണ്ട. ഞാൻ പറഞ്ഞില്ല വേണമെന്ന്. ഇത് കണക്ക് കൂട്ടിയവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഡയറിയിൽ എഴുതി കണക്ക് കൂട്ടുകയാണ്. ഞാനെന്തോ ചെയ്യാനാ? ഞാനൊരു ചോദ്യം ചോദിക്കാൻ വന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. പോട്ടെ, നമുക്ക് തിരിച്ചു വരാം. കയ്യിലെ പേനയും ബുക്കും ഒക്കെ ഒന്ന് മടിയിൽ വെക്കുക, അല്ലെങ്കിൽ താഴേക്ക് വെക്കുക. 2 കൈയും എനിക്ക് ആവശ്യമുണ്ട്. കൈയൊക്കെ ഫ്രീ ആയോ? ഒന്ന് കൈയടിച്ചേ. ഫസ്റ്റ് എനിക്ക് സന്തോഷമായി. ഈ നമ്മുടെയൊക്കെ വിചാരം എന്താണെന്നറിയാമോ? ഈ കൈയടിപ്പിക്കുക, ചിരിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ പിള്ളേർക്കുള്ളതാണെന്നാണ് വിചാരം. എൻ്റെ കാര്യം, നമ്മളൊരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ കുട്ടികളോട് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതോ കൊച്ചുമക്കളോട് ഇപ്പോൾ പറയുന്ന വാചകം ഞാൻ പറയാം. ഞാൻ പറയുന്നത് കേട്ടോണം. പറയാറുണ്ടോ? അല്ലെ, പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ പറയുന്നത് പോലെ കേട്ടോണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്തോണം. ഈ 2 കാര്യമാണ് പറയുന്നത്. എന്താ? ഞാൻ പറയുന്നത് പോലെ കേട്ടോണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്തോണം. ജീവിതത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തോണം? ഏതെങ്കിലും അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ? പറയത്തില്ല. കാരണം ഞാൻ മിടുക്കനും, ഞാൻ പറയുന്നത് ഞാൻ കേട്ടാൽ മതി, ഞാൻ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും. ഇതുപോലെയാണ് കൈയടിക്കാൻ പറഞ്ഞപ്പോഴും. അങ്ങനെയൊന്നുമില്ല. നല്ല ഒച്ചത്തിൽ കൈയടിക്കാൻ. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നല്ല ശബ്ദത്തിൽ കൈയടിച്ചേ. ഇതൊന്നും പോരാ, ഒച്ച വരട്ടെ. മതി. സന്തോഷമായി. പക്ഷേ നമുക്കൊരു താളം ആവശ്യമാണ്. എന്തായാലും നമ്മളെല്ലാം ഒരേ സഭയപ്പെട്ടവരാണ്. അപ്പോൾ പിന്നെ ഒരേ താളത്തിൽ കൈയടിച്ചാൽ വളരെ ഭംഗിയായിരിക്കും. പലരും മനസ്സിൽ പലതും വിചാരിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. നല്ല ശബ്ദത്തിൽ ഒരേ താളത്തിൽ കൈയടിച്ചേ.
നന്നായിട്ടുണ്ട്. മതി. ഇതൊക്കെ നമുക്ക് പറ്റും. ഞാൻ മുമ്പേ എന്തിനാ കൈയടിക്കണമെന്ന് പറഞ്ഞറിയാം. 2 കാര്യത്തിനുള്ള പ്രശ്നമാണ്. എപ്പോഴാണ് നമ്മൾ കൈയടിക്കുന്നത്? ഒന്ന്, സന്തോഷം വരുന്ന അവസരത്തിലാണ്, ആരെങ്കിലും അഭിനന്ദിക്കേണ്ട അവസരത്തിലാണ്. ഇത് രണ്ടും പലപ്പോഴും സംഭവിക്കാറില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ കൈയടി നിർത്തിയിരിക്കുകയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ആരെ അഭിനന്ദിക്കുന്നത്? നല്ല സാരി ഒരാൾ എടുത്തുകൊണ്ട് വന്നാൽ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. എത്ര പേര് അഭിനന്ദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ നോക്കും. പോട്ടെ, തിരിച്ചു വരാം. വലിയ പാടാണ്. ഈ വേറൊരാളെ അഭിനന്ദിക്കുമ്പോൾ നമ്മുടെ ഈ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാകും. എൻസൈം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പലതരത്തിലുണ്ടല്ലോ. ഡോപ്പമിൻ, ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ പല രോഗങ്ങളിൽ നിന്നും പല മാനസിക പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു എൻസൈമാണിത്. എവിടെ നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നുവോ, എപ്പോഴെങ്കിലും ഉള്ളു തുറന്ന് സന്തോഷിക്കുന്നുവോ, ആ അവസരത്തിലൊക്കെയാണ് ഇത് ഈ തലച്ചോറിലുണ്ടാകുന്നത്. നമുക്കല്ലാതെ ഉണ്ടെന്നാണ് വിചാരം. ഏതാ? ഡോപ്പമിനല്ല, തലച്ചോറ് ഉണ്ടല്ലോ അല്ലേ? പണ്ടതോ അമ്മച്ചി പ്രസംഗിച്ച പോലാണോ? അമ്മച്ചി പ്രസംഗിച്ചു, സാക്ഷി പറഞ്ഞു, കൺവെൻഷൻ പ്രസംഗത്തിൽ പോയിരുന്നിട്ട്, കഴിഞ്ഞ 15 വർഷമായി ഞാൻ എൻ്റെ ഹൃദയം യഹോവയ്ക്ക് സമർപ്പിച്ചിട്ട് ജീവിക്കുവാണ്. അമ്മച്ചിയുടെ അയൽവാസിയാണ് തൊട്ടടുത്തിരുന്നത്. അവരുടനെ പറഞ്ഞു, ശരിയാ, കഴിഞ്ഞ 15 വർഷമായി അമ്മച്ചി ഹൃദയം യഹോവയ്ക്ക് സമർപ്പിച്ച് ജീവിക്കുക. കാരണം ഇത്രയും നാളായിട്ട് അമ്മച്ചിക്ക് ഹൃദയമില്ല, ഈ 15 വർഷമായിട്ട് ഹൃദയശൂന്യായിട്ടാണ്. അവരോട് അങ്ങനെ ആയിരിക്കും പെരുമാറുന്നത് എന്ന് പറയുന്നില്ല തലച്ചോറ്. ശരി, പോട്ടെ, തിരിച്ചു വരാം. ഞാൻ പറയുന്ന സംഖ്യയ്ക്കനുസരിച്ച് കൈയടിച്ചാൽ മതി. 1 ഒന്നിച്ചടിക്കണം, നല്ല ശബ്ദത്തിൽ അടിക്കണം. 1, 2, 3, സ്പീഡ് കൂട്ടണ്ട, 4. കളി മനസ്സിലായല്ലോ? ഒന്നുകൂടെ. 1, 2, 3, 4. ഒച്ച എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കൈകൊണ്ട്. ശരി, ഇത് നമ്മുടെ ശീലങ്ങളാണ്. നമ്മളെല്ലാം ശീലങ്ങളാണ്. പള്ളിയിൽ പോയിന്നാൽ ഒരു പുസ്തകം വേണ്ട, പുസ്തകം കൈ പിടിച്ചാലും നമുക്കെല്ലാം അറിയാവുന്നുള്ള ലക്ഷണത്തിൽ നമ്മൾ പാടിക്കൊണ്ടേയിരിക്കും. എന്താണ് പാടുന്നത് എന്ന് നമുക്ക് വലിയ ഒരു നിശ്ചയവുമില്ല ഒന്നിനും എന്ന് കവി എഴുതിയതുപോലെ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. എത്ര പേര് അക്ഷരം മനസ്സിലാക്കി പാടുന്നു, അർത്ഥം മനസ്സിലാക്കി പാടുന്നു എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നുന്നതാണ്. ആ ചോദ്യം ചോദിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വിടുകയാണ്. എല്ലാ പാട്ടിലും ഉണ്ട്. പല രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. എന്താണ് പാടുന്നതെന്ന് ഇനി ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ പാടുന്നതൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയാണോ പാടുന്നതെന്ന്. അല്ലെങ്കിൽ ഉയരേകുന്നവൻ രാജാവ് ഉയരത്തിൽ നിന്ന് എഴുന്നള്ളി, മറന്നുപോയോ? ഏവർക്കും നൽകുന്നു, ഖബറുകളുള്ളിൽ നിന്ന് ഇങ്ങ് ഏതാണ്ട് എത്ര പേരുടെ എത്ര വാക്കുകൾ ഞാൻ കേട്ടെന്നറിയോ? അപ്പോൾ തിരിച്ചു വരികയാണ്. 1 എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം അടിക്കാൻ നമ്മൾ പഠിച്ചു. 2 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം അടി. നമ്മുടെ ശീലങ്ങളാണ്. ഞാനൊന്ന് മാറ്റുകയാണ്. ഞാനിനി 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 പ്രാവശ്യം കൈയടിക്കണം. എത്ര പ്രാവശ്യം അടിക്കണം? കേട്ടോ എല്ലാവരും? നിയമം കേട്ടോണം, ഇത് നിയമമാണ്. 1 എന്ന് പറഞ്ഞാൽ എത്ര? 3 പ്രാവശ്യം. 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 പ്രാവശ്യം കൈയടിക്കണം. 1 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം, 2 എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം. ഞാൻ 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈ അടിക്കുകയോ വേണ്ട, വെറുതെ ഇരുന്നാൽ മതി. അപ്പോൾ ഒന്നുകൂടെ പറയാം. 1 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം, 2 എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം, 3 എന്ന് പറഞ്ഞാൽ കൈ അടിക്കണ്ട. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എത്ര? 3 പ്രാവശ്യം. ഞാൻ 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പ്രാവശ്യം അടിക്കണം. ഇനി ആരെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെ കൈപോക്കാം, ധൈര്യമായിട്ട് കൈപോക്കാം. എൻ്റെ ചോദ്യം, 1 പ്രാവശ്യം കൂടെ ആർക്കെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ കൈപോക്കാമെന്നാണ് പറഞ്ഞേ. നാണം കേടായതുകൊണ്ടാണ് പലരും കൈപോക്കാത്തത്. എവിടെ? എനിക്ക് കാണത്തില്ല എല്ലാവരെയും കൈപോക്കുക ആരെങ്കിലും. എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഈ നിയമം 1 പ്രാവശ്യം കൂടി പറയണം. നിയമമാണ്, ആരും തെറ്റിക്കരുത്. ഞാൻ 1 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം കൈയടിക്കണം. 2 എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം കൈയടിക്കണം. 3 എന്ന് പറഞ്ഞാൽ കൈ അടിക്കുക വേണ്ട. 4 എന്ന് പറഞ്ഞാൽ നിയമം മനസ്സിലായോ?
നിയമം തെറ്റിക്കരുത്. കളി തുടങ്ങട്ടെ. കളി തുടങ്ങാമോ? ശബ്ദമില്ല. കളി തുടങ്ങാമോ? ശരി. 1. ശരിയായിട്ട് ചെയ്തരോ കൈപൊക്കിക്കേ. കൈ താത്തിട്ടെ. തെറ്റായിട്ട് ചെയ്തരോ കൈപൊക്കിക്കേ. ആരും പൊക്കത്തില്ല. നിങ്ങൾ മുഴുവൻ പേരും തെറ്റായിട്ടാണ് ചെയ്തത്. നിയമം നിങ്ങൾ മനസ്സിലാക്കി. കൈപൊക്കിയതാണോ? ആ, നിയമം നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ ഒന്നെന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം കൈ അടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നെന്ന് പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ 1 എന്നാ പറഞ്ഞു. എൻ്റെ നിയമം എന്താ? 1 എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ 1 ഒന്നായിരിക്കുമെന്നാ. ഞാൻ കളി തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഉറക്കെ, വേറൊന്നും ഉച്ചരിച്ചില്ല. 1 എന്നാ പറഞ്ഞത്. ഞാൻ പിന്നെ പറയാം. ഇനി തർക്കം ഒരിക്കലും ജീവിതത്തിൽ ഒന്നിനും അവസാനമല്ലാത്തതുകൊണ്ട് എനിക്ക് തർക്കിക്കാൻ, പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ബോധമുണ്ട്. പോട്ടെ, ഇത് നമ്മുടെ തോന്നലാണ്. ഏതാ? എനിക്കെല്ലാം അറിയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു നിയമമാണ്, മനസ്സിലായോ? ഇതൊക്കെ പിന്നെയും ചോദിച്ചു. കൈവക്കാൻ പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങളുടെ അടുത്ത് നിയമം പിന്നെ ഞങ്ങളോട് ചോദിക്കാൻ വന്നേക്കുക. ഞങ്ങളിത് എത്ര കണ്ടതാ. അപ്പോൾ നമുക്ക് കളിയിലേക്ക് വരാം. 1. ഫസ്റ്റ്. ഇത്രയും ശബ്ദമേ ഉള്ളൂ. ഇത്രയും പെണ്ണുങ്ങൾ, ഇത്രയും സ്ത്രീകൾ. പെണ്ണുങ്ങളെന്നൊക്കെ പറഞ്ഞ നാണംകേടാ അല്ലേ? ഇത്രയും സ്ത്രീകൾ. കൊച്ചമ്മമാർ. ഞാൻ അത്ര കൊച്ചാക്കണ്ടെന്ന് വിചാരിച്ചാ ഞാൻ അതൊന്നും പറയാൻ. 1. 2. ഇതാ ഞാൻ കൊച്ചമ്മ എന്ന് വിളിക്കാൻ. 3. 4. 1 2 3 4. അവിടെ ഞാൻ 2-3 പേര് കൈ അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വിചാരത്തോടു കൂടിയാണ്. ശരി, ഒന്നുകൂടെ. 1 2 3 4 3 2 3 1 3 2 3 4 2 3 2 3 1 3 4 1 2 3. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയുള്ളവരും മിടുക്കരും ആയതുകൊണ്ട് ഞാൻ ഈ കളി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ അഭിനന്ദിച്ചു. നിങ്ങളാരും കൈയടിച്ചില്ല. സ്വയവും അഭിനന്ദനം ഏറ്റുവാങ്ങുമ്പോൾ കൈയടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് വയ്യ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അനങ്ങാതിരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല. ശരി, പക്ഷേ കാണുന്നുണ്ടോ? എന്താ കാണുന്നേ? സർക്കസ്. പന്തടിക്കാൻ ഒരാൾ പോകുന്നു. അവനെ പിടിച്ചു മാറ്റിയിട്ട് ആ പന്ത് കരസ്ഥമാക്കാൻ പോകുന്നു. ആരാ മുന്നേറാൻ ശ്രമിക്കുന്നത്? പുറകിലുള്ളവർ മുന്നേറാൻ ശ്രമിക്കുന്നു. ശരി, എന്താണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് കണ്ടിട്ട് നിങ്ങൾക്ക് കാണാമോ? കേട്ടോണം, സൂക്ഷിച്ചോ. അതൊരു ഓട്ട മത്സരമാണ്. ബോൾ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ വയ്യ. ശരി.
വേണ്ടി പോവുകയാണ്. വേറെ കുറേ ആളുകൾ ഇതിൽ നമ്മളെവിടാ നിൽക്കുന്നേ? നമ്മളെന്നും കാണികളായിട്ടാണ് നിൽക്കുന്നത്. ഒരു ഉത്തരം, നല്ല ഉത്തരവാണ്. ഇതിൽ നമ്മുടെ സ്ഥാനം എവിടെയാ? ഇതിൽ നമ്മുടെ സ്ഥാനം എവിടെയാ? നമ്മളതിൽ ആരാണ്? അങ്ങനെ ചോദിക്കാം. അതിലാരാണ് നമ്മൾ? ബോൾ കൂടാന്നുള്ളതല്ല, അതിലൊരാൾ നമ്മളാ. പിടിച്ചു വലിക്കുന്ന ആളാണ് നമ്മൾ. അതിൽ ഇവിടെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പരുമലയുടെ ഈ മണ്ണിൽ നിന്ന് സത്യസന്ധമായിട്ട് മാത്രം സംസാരിക്കുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നതെന്നുള്ള സന്തോഷമാണ്. അതിൽ പിടിച്ചു വലിക്കുന്ന ആളാണ് ഈ ഞാൻ എന്ന് ഒരാൾ പറഞ്ഞു. വേറെ എന്തെങ്കിലും ഇല്ല? എന്തും ആയിക്കൊള്ളട്ടെ. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ മാത്രം തരികയാണ്, ഒന്നും അഭിപ്രായം പറയുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഉള്ളിൽ ഇത് നിറഞ്ഞു നിൽക്കട്ടെ എന്ന് മാത്രം പറയും. ഇതിന് വിശദീകരണം പലതിൻ്റെ ആവശ്യമില്ല ഇവിടെ. എൻ്റെ അഭിപ്രായം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ അഭിപ്രായങ്ങൾ പലതും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിൽ നിൽക്കട്ടെ ആ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് വിടുകയാണ്. ഇതൊരു കഥയാണ്. കാണാമോ? ഇതൊരു കഥയാണ്. കഥ പറയട്ടെ? കഥ ഇഷ്ടമല്ല? കഥ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും കഥ ഇഷ്ടമോ? ഒരു വ്യാപാരിക്ക് 7 കുതിരകളുണ്ടായിരുന്നു. എണ്ണുവാ ആ പടത്തിലുള്ളതാണോ എന്നറിയാനാ. ഈ അറിഞ്ഞുകൊണ്ട് വരച്ചു വെച്ച പടമാണ് അത് എവിടെ നിന്ന് അടിച്ചു മാറ്റിയ പടമല്ല. 7 കുതിരകളുണ്ടായിരുന്നു, 3 ആൺമക്കളുണ്ടായിരുന്നു. അത് അതിനകത്ത് കാണുന്നില്ല അല്ലേ? സാരമില്ല, അത് ഇവിടുത്തെ സ്ക്രീനിൻ്റെ കുഴപ്പം. എത്ര പേരുണ്ടായിരുന്നു? 3 ആൺമക്കളുണ്ടായിരുന്നു, 7 കുതിരകളുണ്ടായിരുന്നു. എല്ലാ അച്ഛന്മാരെ പോലെയും ഇദ്ദേഹവും വിൽപ്പത്രം എഴുതി വെച്ചു. എല്ലാ സ്വത്തിൻ്റെയും അവകാശം എങ്ങനെയൊക്കെ ആയിരിക്കണം. എല്ലാ സ്വത്തുകളും വീതിക്കുമ്പോൾ ആകെയുള്ളതിൽ പകുതി മൂത്ത മകന് കൊടുക്കണം, അതിൻ്റെ പകുതി രണ്ടാമത്തെ മകന് കൊടുക്കണം, അതിൻ്റെ പകുതി മൂന്നാമത്തെ മകന് കൊടുക്കണമെന്നാണ്. കഥ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഒരു ദിവസം അച്ഛന് സുഖമില്ലാതെയായി. അച്ഛൻ മരിച്ചു. മക്കൾ ഈ വിൽപ്പത്രം എടുത്ത് പരിശോധിച്ചു. അവർ പലതിനെക്കുറിച്ചും ചിന്തിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ കുതിരയെ കുറിച്ച് ആലോചിച്ചപ്പോൾ വലിയ പ്രശ്നമായി. എന്താ സംഭവം? 7 എണ്ണമാണ് കുതിര. എങ്ങനെയാണ് വീതിക്കേണ്ടത്? മൂത്ത മകന് പകുതി കൊടുക്കണം. എങ്ങനെ കൊടുക്കും? 3.5 കൊടുക്കാം. എങ്ങനെ കൊടുക്കും? ആകെ ഉള്ളതിൽ 3 എണ്ണത്തിനെ. ഒരു സംശയം ചോദിക്കാം. വീട്ടിൽ ഒറ്റ മോളായിരുന്നു? അല്ല. എന്നിട്ട് അറിയാൻ വയ്യ. ആരെങ്കിലും സമ്മതിക്കുമോ വിൽപ്പത്രത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ? ഏതെങ്കിലും മക്കൾ ഇന്നേ വരെ സമ്മതിച്ചിട്ടുണ്ടോ? ആലോചിക്കുക. എങ്ങനെ കൊടുക്കും? ശരി, അത് ഞാൻ ഉൾക്കൊണ്ടു. ഒന്നിനെ വിറ്റിട്ട് അതിന്റെ ശരിയാണ്. ഒന്നിനെ വിറ്റിട്ടെടുക്കാവുന്നു. വിൽപ്പത്രത്തെ എഴുതി വെച്ചേക്കാം, ഒരു മാറ്റം ഉണ്ടാക്കാൻ പാടില്ലെന്നാണ്. ആകെ പ്രശ്നമായി. നമുക്ക് കഥയിലേക്ക് വരാം. അല്ല, അവിടെ 2 പേര് കുതിര വീതിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാനത് കഴിയട്ടെന്ന് വിചാരിച്ചില്ല. ഉത്തരമെല്ലാം പറയാനുണ്ടോ? ഇല്ല. ഇതാണോ പറഞ്ഞത്? അതുമല്ല, ആനക്കാര്യത്തിൻ്റെ ഇടയ്ക്ക് ആ കുതിരക്കാര്യം. ശരി, അവരാകെ പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു സുഹൃത്ത്, എനിക്ക് ഉത്തരം കിട്ടി കേട്ടോ, അവിടെ ടീച്ചർ ഉത്തരം പറഞ്ഞായിരുന്നു. കുതിരപ്പുറത്ത് അവിടെ വന്നു. എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അവർ കാര്യം പറഞ്ഞു. അപ്പോൾ അയാൾ ഇങ്ങോട്ട് മാറ്റി വെച്ചാലേ കാണും. ഞാൻ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് മാറി. അദ്ദേഹം ഒരു ഉത്തരം കണ്ടുപിടിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു കുതിരയെ കൂടി നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. എൻ്റെ ഒരു കുതിരയെ കൂടി നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. എത്രയായി അന്നേരം? എത്രയായി?
8 വിൽപത്രത്തിൽ എന്താ വെച്ചിരിക്കുന്നത്? ആകെ ഉള്ളതിന്റെ പകുതി ആർക്കാണ്? എത്ര കിട്ടി? 4 കിട്ടി. ബാക്കി എത്ര ഉണ്ട്? രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? അതിന്റെ പകുതി രണ്ടാമത്തെ ആൾക്ക് എത്ര കിട്ടി? 2 കിട്ടി. മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? അതിന്റെ പകുതി ഇളയ മകന് 1 കിട്ടി. എത്ര കുതിരയെ വീതിച്ചപ്പം? 7 വീതിച്ചപ്പോ അധികം വന്ന് എന്ത് ചെയ്യും? ആ ഒരെണ്ണം ആരുടെയാ? ആ കൂട്ടുകാരൻ്റെതാണ്. അയാൾ വന്ന കുതിരപ്പുറത്ത് കയറി അയാളുടെ വീട്ടിലേക്ക് പോയി. ഇത്രയുള്ളായിരുന്നു. പക്ഷെ അവിടെ ഉത്തരം പറഞ്ഞായിരുന്നു. ഒരു ചെറിയ ആശയം മാത്രം മനസ്സിലേക്ക് തരികയാണ്. എപ്പോഴാണ് ഈ പ്രശ്നം തീർന്നത്? പ്രശ്നം ഏത് ഘട്ടത്തിലാണ് പരിഹരിക്കപ്പെട്ടത്? കൂട്ടുകാരൻ ഒരു കുതിരയെ കൊടുത്തപ്പോഴാണ്. അയാളുടെ സ്വന്തമായിട്ടുള്ള ഒന്നിനെ അവർക്ക് കൊടുത്തപ്പോഴാണ്. നമുക്കൊക്കെ കഴിയും. നമ്മളൊക്കെ ഓരോ ഇടവകയിലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഒക്കെ പ്രധാനപ്പെട്ട ആളുകളാണ്. നമ്മുടേതായിട്ട് എന്ത് കൊടുക്കാൻ കഴിയും? ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാം, ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാം. നമ്മുടേതായിട്ട് എന്ത് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആ ചിന്ത ലോകത്ത് നിന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കഥയും ഈ ആശയവും നിങ്ങളുടെ മനസ്സിൽ തരുന്നത്. നമുക്ക് ചിന്തിക്കാം. നമ്മുടേതായിട്ട് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ കരുത്തുള്ളവരാണ് നമ്മൾ. അതിന് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പെട്ടെന്ന് വായിക്കണം, ഞാനത് പെട്ടെന്ന് മാറ്റും. കായും കാമ്പും കൂമ്പും ചേമ്പും ചേനയും കൂടി കൂട്ടാൻ വെച്ചാൽ കായോ കാമ്പോ കൂമ്പോ ചേമ്പോ ചേനയോ നല്ലത് ചൊല്ലാനാവോ? നിങ്ങളെല്ലാം സ്ത്രീകളാണ്, നിങ്ങൾക്ക് ഈ സാധനങ്ങളുടെയൊക്കെ പേര് മനസ്സിലായോ എന്നാണ് എനിക്കറിയേണ്ടത്. ഇപ്പൊ പറയാൻ പറയാം, പറഞ്ഞോ. കാച്ചില് കായും കാമ്പും കൂമ്പും ചേമ്പും ചേനയും കൂടി കൂട്ടാൻ വെച്ചാൽ കായോ കാമ്പോ കൂമ്പോ ചേമ്പോ ചേനയോ നല്ലത് ചൊല്ലാനാവോ? ആകെ 4 നിത്യപരിചിതമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കായും കാമ്പും കൂമ്പും ചേമ്പും ചേനയും കൂടി കൂട്ടാൻ വച്ചാൽ കായോ കാമ്പോ കൂമ്പോ ചേമ്പോ ചേനയോ നല്ലത് ചൊല്ലാനാവോ? ഇനി പറയോ? പറഞ്ഞിട്ട് കേട്ടോണം. ഇനി വേറെ ആരും പറയണ്ട, ഉറക്കെ പറഞ്ഞു. അതെ, കുഴപ്പമില്ല. അതൊന്നും സാരമില്ല. ആ വസ്തുക്കളെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് എന്നും പരിചിതമായ ചില കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വെറുതെ നിങ്ങളുടെ ഇത്രയും നേരത്തെ ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ഒരു കളി മാത്രമായിരുന്നു അത്. കായും എഴുതിയെടുക്കുക. കായും കാമ്പും കൂമ്പും ചേമ്പും ചേനയും കൂടി കൂട്ടാൻ വെച്ചാൽ കായോ കാമ്പോ കൂമ്പോ ചേമ്പോ ചേനയോ നല്ലത് ചൊല്ലാനാവോ? എഴുതിയെടുത്ത് കഴിഞ്ഞ് ഞാൻ ബാക്കി പറയുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ അവസാനം ഒരു ചോദ്യം നമ്മളുടെ ഉള്ളിലേക്കാണ് ചെല്ലേണ്ടത്. ബാക്കി കളിയൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിത് കൂട്ടാൻ വെച്ചാൽ അത് ഞാൻ പറയില്ല. വീട് എവിടാ? കോട്ടയത്താണോ വീട്? കോട്ടയത്താണോ വീട്? എവിടായിട്ടാ? ഇല്ല, ഞാൻ ആ വഴിക്കൂടെ വരത്തില്ല. അതുകൊണ്ടാ ഞാനതിൽ ചങ്ങനാശ്ശേരി തിരുവല്ല വഴിയേ വരത്തുള്ളൂ. ഞാൻ മല്ലപ്പള്ളി വഴി വരത്തില്ല.
ഇനി എന്തെങ്കിലും ടൗണിലൊക്കെ ഇറങ്ങുവാന്നാൽ പറയണം. ഞാൻ ആ ടൗണിനടുത്താണ് താമസിക്കുന്നത്. ഞാൻ അങ്ങോട്ടങ്ങും വരത്തേയില്ല. ശരി, ഇതെല്ലാം എന്ത് സംഭവിക്കുന്നത് വെച്ചപ്പോൾ എന്നോട് പറയാം ചൊറിയുമെന്ന്. എത്ര കാര്യങ്ങൾ പറഞ്ഞു. ആ സൈക്കിൾ ചവിട്ടി ചെറുക്കനെക്കുറിച്ച് പറഞ്ഞ 2 കാര്യം അന്യായമായിപ്പോയി. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. ആ ബുക്കും പേനയൊക്കെ താത്തു വെക്കാം. ബുക്കും പേനയൊക്കെ താത്തു വെക്കാം. ഒന്നുകിൽ കസേരയുടെ താഴോട്ട് തന്നെ വെക്കാം. ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവാം. എന്തോ എനിക്കിഷ്ടപ്പെട്ടു. അച്ഛൻ വിചാരിച്ചിട്ട് ഇത്രയും നാളായിട്ട് നടന്നില്ലെന്ന്. ശരി, ഇതൊരു കളിയാണ്. ഈ കളി മനഃപൂർവ്വം തന്നെ കളിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് കുട്ടികളോട് പറയാം, സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് കളിപ്പിക്കാം. എന്തായാലും കളി പഠിക്കണമല്ലോ. ഞാൻ നിങ്ങളോട് 5 ആക്ഷൻ പഠിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു 3/4 മണിക്കൂറായിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്. ശരി, 5 ആക്ഷൻ. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആക്ഷൻ പഠിക്കാം നമുക്ക്. ഞാൻ നിങ്ങളോട് ദോശ എന്ന് പറയും. ദോശ. അപ്പോൾ നിങ്ങൾ കൈ എടുത്ത് ദേ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കണ്ട, ദേ ഇങ്ങനെ. പക്ഷേ ദോശ ചുടുമ്പോൾ ഒരു ശബ്ദം കൂടെ ഉണ്ട്. ഇപ്പോഴാ ശരിയായ. അത് പഠിച്ചല്ലോ. ഞാൻ നിങ്ങളോട് ഇഡ്ഡലി എന്ന് പറയും. ഇഡ്ഡലി. അപ്പോൾ നിങ്ങൾ കൈ ദേ ഇങ്ങനെ വെക്കണം. പലർക്കും പലതരത്തിലുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ കുഴപ്പമല്ല. ചിലർ ഇഡ്ഡലി ഉണ്ടാക്കിയേക്കുക. ശരി, 2 ആക്ഷൻ പഠിച്ചോ. അപ്പോൾ ദോശ പഠിച്ചു. ദോശ. അമ്മച്ചി സി അങ്ങോട്ട് കേൾക്കട്ടെ അമ്മച്ചി. ഇഡ്ഡലി 2 പഠിച്ചു. ഞാൻ നിങ്ങളോട് പപ്പടം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ 1 പ്രാവശ്യം കൈയടിക്കുക. ഇത് തന്നെ പലയിടത്ത് വാങ്ങിക്കുന്ന പപ്പടം ആയതുകൊണ്ടാണ്. ശരി, മനസ്സിലായല്ലോ. ശബ്ദം കേൾക്കണം. ഞാൻ നിങ്ങളോട് ചപ്പാത്തി എന്ന് പറയും. നിങ്ങൾ 2 കൈയും ഉയർത്തി കാണിക്കുക. കൈ താത്തല്. അയ്യോ, കൈ ഉയർത്തലൊക്കെ കണ്ടാൽ പണ്ട് ഒരു ഹാസ്യ കോടതിയിൽ കൈ ഒടിഞ്ഞൊരു മനുഷ്യനെ, അയാളുടെ കേസ് വിസ്താരം നടക്കുക. ഹാസ്യ കോടതിയാണ്. അയാൾ കൈ ഒടിഞ്ഞ മനുഷ്യൻ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. രസകരമായ കുറേ സംസാരമുണ്ട്. നമുക്കറിയാം, കോടതിയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ സിനിമയിലും സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അവസരം ഉണ്ടാക്കണം. ഇല്ല, അവിടെ പോയിന്ന് കാണാമെന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ശരി, കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പല ചോദ്യങ്ങൾ ചോദിച്ചു. ആദ്യം ഇടയ്ക്ക് ഒരു ചോദ്യം ഞാൻ ഒന്ന് ഓർത്ത് പറയാം. ചോദിച്ചു, പ്രതി അപ്പുറത്ത് നിൽക്കുകയാണ്. ഇയാളെ അറിയാമെന്നൊക്കെ പറഞ്ഞു. വൈരാഗ്യം കൊണ്ടാണോ തല്ലിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല, ഒരു ഇരുമ്പ് വടി കൊണ്ടാണ് തല്ലിയത്. ഇങ്ങനെയുള്ള രസകരമായ സംഭാഷണത്തിൻ്റെ അവസാനം ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ കൈ ഇപ്പോൾ ഒട്ടും പൊക്കാൻ പറ്റത്തില്ലയോ? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കൈ ഇപ്പോൾ ഇത്രയൊക്കെ പൊക്കാൻ പറ്റത്തുള്ളൂ. പണ്ടൊക്കെ ഞാൻ ഇത്രയും പൊക്കിക്കൊണ്ടിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഇത്രേ പൊക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ചപ്പാത്തിക്ക് 2 കൈയും പൊക്കാൻ പറഞ്ഞു. ഇല്ലേ, എന്തോ ഒരു അസുഖം വന്ന ഏതോ ഒരു പക്ഷി മുറ്റത്തൂടെ നടക്കുന്ന ചില ലക്ഷണത്തിലാണ്. ഓട്ടെ. അപ്പോൾ ചപ്പാത്തി മനസ്സിലായല്ലോ. ശരി, അപ്പോൾ നിങ്ങൾ ചിലരുടെയൊക്കെ സംശയം, ഈ ചപ്പാത്തിക്ക് എന്തിനാ കൈ പൊക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമുക്കൊരാക്ഷൻ അത്രയേ ഉള്ളൂ. 5ാമത്തെ സാധനം പൊറോട്ട. പൊറോട്ട അടിക്കുന്ന പോലെ കാണിക്കണം. എൻ്റെ പൊന്നെ, പൊറോട്ട അടിക്കുന്നതിൻ്റെ ഒരു പാട്. ഇല്ല, തുണി കുത്തിപ്പിഴിയുന്ന പോലെ പൊറോട്ട അടിക്കണം. പോട്ടെ. ആക്ഷൻ ഒന്നുകൂടെ. ദോശ. മതി, അത്ര ശരിയൊക്കെ മതി. ശരി, ഇഡ്ഡലി, പപ്പടം, ചപ്പാത്തി, പൊറോട്ട. പഠിച്ചോ? ശരി, ഒന്നുകൂടെ വേണോ? ഒരു ട്രയലൂടെ വേണോ? വേണം. ശരി, ദോശ, സാരമില്ല, മൊരിച്ചെടുത്ത ദോശയാണ്. ദോശയ്ക്ക് ഇങ്ങനെ അടിച്ചു. ഓരോരുത്തരും ഓരോ തരത്തിലാണല്ലോ ദോശ ഉണ്ടാക്കുന്നത്. അല്ല, മറ്റേ ഒരു സിനിമയ്ക്കകത്തിൽ എന്തെല്ലാം ദോശയെക്കുറിച്ച് പറഞ്ഞതാണ്. ശരി, ദോശ.
ശീ വെക്കാത്തവരുണ്ട് കേട്ടോ. ആ, ഇഡ്ഡലി, പപ്പടം, ചപ്പാത്തി, പൊറോട്ട. ശരി, പഠിച്ചല്ലോ. ഇനി എല്ലാവർക്കും എഴുന്നേക്കാം. ശരി, ആരെങ്കിലും തെറ്റിച്ചാൽ, എനിക്ക് അധികം കളരം ഇല്ലാത്തത് കൊണ്ടും ഈ താഴെ നിൽക്കുന്ന സ്ഥലത്തിന് അധികം കളരം വരാത്തതുകൊണ്ട് എന്നെ ആർക്കെങ്കിലും കാണത്തില്ലെങ്കിൽ വിഷമിക്കണ്ട. പക്ഷേ തെറ്റിച്ച് ചെയ്താൽ അവരവിടെ ഇരുന്നോണം. ഏതെങ്കിലും കാരണവശാൽ തെറ്റിച്ചാൽ അവിടെ ഇരുന്നോണം. നിങ്ങൾക്ക് സന്തോഷ വാർത്തയാണ്, ഇരുന്നോണം. പിന്നെ നിങ്ങളാരും തെറ്റിച്ച് ചെയ്താലും ഇരിക്കാതിരിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം പരുമല ഖബറിടത്തിൻ്റെ അടുത്താണ്. ആ ശരി. ദോശ, ഇഡ്ഡലി, പപ്പടം, ചപ്പാത്തി, പൊറോട്ട. ദോശ. ആ കൈ പൊക്കിയൊരു മൊത്തം ഇരുന്നു. കൈ പൊക്കിയൊരു മൊത്തം ഇരുന്നു. ഇപ്പോഴും ഇരിക്കാത്തവരുണ്ട്. ശരി, ട്രയലൊന്നുമില്ല ഇതിന്, കാരണം നമുക്ക് ഈ കളി നടത്തണ്ടേ. ശരി, ദോശ, ഇഡലി, പപ്പടം, ചപ്പാത്തി, പൊറോട്ട, ദോശ, ഇഡലി. ആ കൈ അടിച്ചവരൊക്കെ എന്നിരുന്നേ. ശരി. ഓ, എത്ര വേഗത്തിലാണ് ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ദോശ, ഇഡലി, പപ്പടം, ചപ്പാത്തി, പൊറോട്ട, ദോശ, ഇഡലി, പപ്പടം, ചപ്പാത്തി, പൊറോട്ട, ഇഡലി, ദോശ, ദോശ, പപ്പടം, ഇഡലി. ഇരുന്നു, വിഷമിക്കണ്ട. ശരി, ദോശ, പപ്പടം, ചപ്പാത്തി, പൊറോട്ട, ചപ്പാത്തി, പൊറോട്ട, ദോശ, പപ്പടം, ദോശ. ആ, ഇനി ഒരു 5-6 പേരുടെ ഉള്ളൂ, നമുക്ക് നോക്കാം. ദോശ, ഇഡലി, ചപ്പാത്തി, പപ്പടം, പപ്പടം, ചപ്പാത്തി, പൊറോട്ട, ദോശ, ഇഡലി, പപ്പടം, ഇഡലി, ചപ്പാത്തി, ഇഡലി, പപ്പടം, പൊറോട്ട, പപ്പടം, പൊറോട്ട, ദോശ, പപ്പടം, ചപ്പാത്തി, ഇഡലി, ഇഡലി, പപ്പടം, ദോശ, ഇഡലി, പപ്പടം, ചപ്പാത്തി, പൊറോട്ട, ദോശ, പപ്പടം, ഇഡലി, പപ്പടം, ദോശ. ഒരു കാര്യം ചെയ്താലോ? ഇപ്പോൾ ജയിച്ച് നിൽക്കുന്നവരെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട്, ഇല്ല, എങ്ങനെ അറിയുന്നത് ആരാണ് ജയിക്കുന്നതെന്ന്? ഇതിന് സ്പെഷ്യൽ സമ്മാനം തരുന്നതായിരിക്കും ഇതിൻ്റെ ജനറൽ സെക്രട്ടറി. എന്താ? വാ, ഇങ്ങ് വാ, നിങ്ങളെല്ലാം ഇങ്ങ് പോരെ. താണ്ടിരിക്കുന്നു. എൻ്റെ ദൈവമേ, നമ്മൾ ആ പിള്ളേരെ നന്നാക്കാൻ പോകുന്നത്. നമുക്ക് മുന്നോട്ട് വരാൻ അവസരം കിട്ടിയാൽ നമ്മൾ സമ്മതിക്കത്തില്ല. അവിടെ അങ്ങ് ഇരുന്ന് 2 പേര്. കളിയിലുള്ളാന്നോ? കളിയിലുള്ളാന്നോ? വാ, 2 പേരെ ഉള്ളെങ്കിൽ ഞാൻ ഈ മത്സരം നടത്തും. എല്ലാവർക്കും കാണണം. ഇങ്ങോട്ട് നീങ്ങില്ല, എന്നെ കാണണ്ട എല്ലാവർക്കും. അവിടുന്ന് ഒരാൾ വരാനുണ്ടായിരുന്നു. നീ ഇപ്പുറത്ത് വരാം. എന്നെ കാണണം, അതുകൊണ്ടാ. നീ ഉണ്ടോ? വന്നാട്ടോ. എന്നെ കാണോ? ശരി. ദോശ, ഇഡലി, പപ്പടം, ചപ്പാത്തി, പൊറോട്ട, ദോശ, ഇഡലി. ഇവിടെ നീങ്ങുന്നാട്ടെ. ദോശ, ഇഡലി, ചപ്പാത്തി, പൊറോട്ട, ഇഡലി, പപ്പടം. അവനവൻ സമ്മതിച്ച് പൊക്കോണം, ഞാൻ ഒന്നും പറയില്ല.
ദോശ, ഇഡ്ഡലി, പപ്പടം, ചപ്പാത്തി, പൊറോട്ട, ഇഡ്ഡലി, ദോശ, പപ്പടം, ചപ്പാത്തി. 2 കാര്യം ഞാൻ പറയാം, താമസിച്ചാലും ഔട്ടാണ്. ഞാനിപ്പോൾ പപ്പടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കൈയടിച്ചാലും സമ്മതിക്കില്ല. ഇനി പറഞ്ഞേക്കാം, കൈ താത്തിട്ടു. ദോശ, ഇഡലി, പപ്പടം, ചപ്പാത്തി, പൊറോട്ട, ദോശ, പപ്പടം, ഇഡലി. ആരൊക്കെയാണ് പോകേണ്ടതെന്ന് അവർ തീരുമാനിച്ചോണം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് നീങ്ങ, അങ്ങോട്ടാണ്. അവിടെ. ശരി, ദോശ, ഇഡലി. ജസ്റ്റ് ടീച്ചർ ഉറങ്ങുവാന്നോ? ഇല്ല, ഞാനിവിടെയാണ് നിൽക്കുന്നത്. ശരി, ദോശ, ഇഡലി, പപ്പടം, ചപ്പാത്തി, പൊറോട്ട, ഇഡലി, ദോശ. അപ്പോൾ ജെസ്സി ടീച്ചറെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ 1000 രൂപ വില വരുന്ന ഒരു സമ്മാനം ടീച്ചർ തന്നെ നേടുകയും. എന്താ അതൊന്നും എനിക്ക് വയ്യ ഈ കഥ പറയുന്നത് കേട്ടാല. അപ്പോൾ ഇതിന് നിങ്ങളെല്ലാം ഓർത്തോണം കേട്ടോ. ആ സമ്മാനം സ്പോൺസർ ചെയ്ത ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് കുഴപ്പമില്ല, അത് കിട്ടും. ആദ്യം ഒരു പാട്ട് പാടി കാണാം, വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്തിരി പാടാം അല്ലേ? സാരമില്ല. ഈ പാട്ട് സ്ത്രീകൾക്ക് ക്ലാസ് എടുത്താൽ ഞാൻ സാധാരണ പാടിക്കുന്നൊരു പാട്ടാണ്. നിങ്ങളെല്ലാവരും പാടണമെന്നില്ല, നമ്മൾ പെട്ടെന്ന് പോകുന്നു. 3:15 വരെ സമയം ആണ് പറഞ്ഞേക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇതൊരു നാടൻ പാട്ടാണ്. വായിക്കാം, കുറച്ച് വായിക്കാമല്ലോ അല്ലേ? എൻ്റെ കണക്കനും കന്നൂട്ടാണ്, നിന്റെ കണക്കനും കന്നൂട്ടാണ്, പിന്നെന്താ മുണ്ടിച്ചേ നമ്മൾ തമ്മിൽ കണ്ടാ മിണ്ടിയാല്, പിന്നെന്താ മുണ്ടിച്ചേ നമ്മൾ തമ്മിൽ കണ്ടാ മിണ്ടിയാല്. 2 പെണ്ണുങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ പാടിയ പാട്ടാണ്. അതിന് കുറേ വരികൾ ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ്. നാടൻ പാട്ട് തന്നെയാണ്. ഒരു സ്ത്രീ ചോദിക്കുകയാണ്, എല്ലാം ഒരുപോലെയാണ്, പിന്നെന്താണ് നീ എന്നോട് പിണങ്ങി നടക്കുന്നത്? ആർക്കെങ്കിലും ഈ പാട്ട് വേദനയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനായിരിക്കത്തില്ല. ഓട്ടെ. എൻ്റെ കണക്കനും കൊന്തം പല്ല്, നിന്റെ കണക്കനും കൊന്തം പല്ല്, പിന്നെന്താ മുണ്ടിച്ചേ നമ്മൾ തമ്മിൽ കണ്ടാ മിണ്ടിയാല്, പിന്നെന്താ മുണ്ടിച്ചേ നമ്മൾ തമ്മിൽ കണ്ടാ മിണ്ടിയാല്. ഞാൻ ട്യൂണൊക്കെ പറഞ്ഞു തന്നു. ഇനി ആർക്കെങ്കിലും പാടണമെന്നുണ്ടെങ്കിൽ പാടാം. ഈ പാട്ടൊന്നും പറഞ്ഞാൽ നാടൻ പാട്ടാന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഞാൻ പിള്ളേരുടെ അടുത്തൊക്കെ പോയാൽ ഒക്കെ പറഞ്ഞാൽ ഈ പാട്ടൊന്നും അവർക്കെല്ലാം അറിയാവുന്ന പാട്ട് വേറെ. എന്താണ്? കലാഭവന്മയുടെ പാട്ടൊക്കെ അവർക്കറിയാമെന്നല്ലേ? ഇതിന് അർത്ഥമുള്ള പാട്ടുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് പിള്ളേർക്ക് പറയുന്നത്, കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ. ഇതൊക്കെയാണ് പിള്ളേർക്ക് അറിയാവുന്നത്. നമുക്കറിയാവുന്ന അതൊക്കെയാണ്. ഇല്ലേ, നാടൻ പാട്ടെന്ന പേരിലിറങ്ങിയ ചില പാട്ടുകളെ നമുക്കറിയത്തുള്ളൂ. എന്ത്? നിന്നെ കാണാൻ എന്നെക്കാളും, അങ്ങനല്ലേ? അത് എന്നെ കാണാനാണോ? നിന്നെ കാണാൻ തന്നെ. ഞാൻ തിരിച്ചാ പാടും സാധാരണ. ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ. ഇതാ നാടൻ പാട്ടൊന്നുമല്ല. ആരോ ഈ അടുത്ത കാലത്ത് എഴുതി ഉണ്ടാക്കിയത് നാടൻ പാട്ടിൻ്റെ ശീലിൽ അതിൻ്റെ താളത്തിൽ പാടി ഉണ്ടാക്കി വിട്ടതാണ്. വേറെ കാത് കുത്തുന്നൊരു പാട്ടുണ്ടല്ലോ. ഏതാ? ഒരു കാത് കുത്തുന്നൊരു പാട്ടുണ്ടല്ലോ. ഒരു 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 ഹമ്മിങ് ഒക്കെ ഉണ്ടല്ലോ അതിന്. ആ ഏ ഓ പാട്ടേതാ? കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച്
കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. നാടൻ പാട്ട് ആന്നു, പഴയ പാട്ടാ. സീഡിക്കാത്ത എല്ലാ പാട്ടും ഉണ്ട്. സീഡിക്കാത്ത വരെ നമ്മളെ വിഷയതല്ല, നമ്മളത് വിടുകയാണ്. ഈ പാട്ട് ഇത് പിള്ളേർക്ക് പാട്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. കാതുരുമ്മിക്കാരമുള്ളോണ്ട് കാതു കുത്തണം നേരം, നോവുമ്പോ പച്ചോല നോക്കിയിരുന്നാ മതി എൻ്റെ പൊന്നേ, നോവുമ്പോ പച്ചോല നോക്കിയിരുന്നാ മതി എൻ്റെ പൊന്നേ. ആ ഏ ഓ കുറച്ചുപേര് പാടി. ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് പാട്ടിനെ കുറിച്ച് ഓർത്ത് പറഞ്ഞാൽ ഇതൊന്നും അറിയില്ല പലപ്പോഴും. ഏത് അടുത്ത വരി എവിടെയാണ്? അടുത്തത് അത് എഡിറ്റ് ചെയ്ത് കളയേണ്ടതാണ്. ഏത്? എൻ്റെ കണക്കനും കള്ളു കുടിക്കും നിൻ്റെ ഉള്ളതാ പറയുന്നേ. ഇത് എഡിറ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. കള്ളു കുടിക്കുമെന്ന് പരസ്യമായിട്ട് പറയുന്നു. ബാക്കിയുള്ളവർ വീട്ടിൽ വന്നിരുന്ന് ഇപ്പം പിന്നെ അതെല്ലാം നിർത്തി. മറ്റേ എവിടെ അത് തന്നെ അവിടെ പോയി ക്യൂ നിന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോട്ടെ, നമ്മുടെ വിഷയമല്ല, വലിയ വിഷയമാണ്. അത് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയണമെന്ന് തോന്നുന്നു. ശരി. എൻ്റെ കണക്കനും കള്ളു കുടിക്കും നിൻ്റെ കണക്കനും കള്ളു കുടിക്കും. ഇത് ഞാൻ പാടാൻ വന്നാണോ? ഇത് നമ്മുടെ ഒരു കുഴപ്പമാണ്. ആരെങ്കിലുമൊക്കെ പാടിക്കോട്ടെ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അവിടെ നോക്കി അവസാനത്തെ വരി പാടാമല്ലോ. പിന്നെന്താ മുണ്ടിച്ചേ നമ്മൾ തമ്മിൽ കണ്ടാ മിണ്ടിയാല്, പിന്നെന്താ മുണ്ടിച്ചേ നമ്മൾ തമ്മിൽ കണ്ടാ മിണ്ടിയാല്, എൻ്റെ വീട്ടാരൻ തെയ്യത്തെ തൊഴും നിന്റെ വീട്ടാരൻ തെയ്യത്തെ തൊഴും. എന്താ തെയ്യം? ദൈവം തന്നെയാണ്. പിന്നെന്താ മുണ്ടിച്ചേ നമ്മൾ തമ്മിൽ കണ്ടാ മിണ്ടിയാല്, പിന്നെന്താ മുണ്ടിച്ചേ നമ്മൾ തമ്മിൽ കണ്ടാ മിണ്ടിയാല്, എൻ്റെ ചോര ചുവന്നിട്ടാണ് നിന്റെയും ചോര ചുവന്നിട്ടാണ്, പിന്നെന്താ മുണ്ടിച്ചേ നമ്മൾ തമ്മിൽ കണ്ടാ മിണ്ടിയാല്, പിന്നെന്താ മുണ്ടിച്ചേ നമ്മൾ തമ്മിൽ കണ്ടാ മിണ്ടിയാല്, നിന്റെ കണക്കൻ എൻ്റെ കുട്ടീനെ ഒക്കത്തെടുത്ത് ഉമ്മ കൊടുക്കും, പിന്നെന്താ മുണ്ടിച്ചേ നമ്മൾ തമ്മിൽ, പിന്നെന്താ മുണ്ടിച്ചേ. എന്നിട്ട് അവസാനം പറയാണ്, കാക്കച്ചമ്മ കറുത്തിട്ടാണ് കൊച്ചിച്ചമ്മ വെളുത്തിട്ടാണ്. ആർക്കെങ്കിലും വല്ല തർക്കമുണ്ടോ? കാക്കച്ചമ്മ കറുത്തിട്ടാണ് കൊച്ചിച്ചമ്മ വെളുത്തിട്ടാണ്, പിന്നെന്താ മുണ്ടിച്ചേ നമ്മൾ തമ്മിൽ കണ്ടാ മിണ്ടിയാല്, പിന്നെന്താ മുണ്ടിച്ചേ നമ്മൾ തമ്മിൽ കണ്ടാ മിണ്ടിയാല്. മനസ്സിൽ നിൽക്കട്ടെ ഈ പാട്ട് എന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് തമാശയ്ക്ക് വേണ്ടി അതിലേറെ ഒരുപാട് കാര്യമുള്ളതാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ? സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. വായിക്കാൻ പറ്റുന്നുണ്ടോ? സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ഇവിടെ ഒന്ന് പറയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അവിടെ ഇവിടെ വരുന്നോ? വാ, ധൈര്യമായിട്ട് വാ. ഇതൊക്കെ രസമാണ്. നമ്മൾ ഇവിടെ പങ്കെടുത്തിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇവിടുത്തെ അസ്വസ്ഥതയും വീട്ടിലെ അസ്വസ്ഥതയും ചേർന്നെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓടി വാ. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. മതിയോ? ഓക്കെ, നന്നായിട്ടുണ്ട്.
കഴിഞ്ഞില്ല, അടുത്തത് വേണം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോവാം. ഈ ഒരാൾക്ക് വേണ്ടി വെച്ചേക്കുമല്ല ഇത് കേട്ടോ, ഇതൊരു രസമാണ്, ആർക്ക് വേണേലും മുന്നോട്ട് വരാം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മച്ചി പറ്റിയ സാധനമാണ്. ഇവിടെ വരാൻ പറഞ്ഞാൽ പലരും വരത്തില്ല. എനിക്ക് കോഡ്ലെസ് ഇല്ലാത്തതിൻ്റെ ഏറ്റവും പ്രശ്നം ഞാൻ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞാലും മതി, ഞങ്ങൾ കേട്ടോളാം. വാ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ആരുമില്ലേ? അഖില മലങ്കര ക്യാമ്പാന്നാ പറയുന്നത്. വരുവാന്നോ? വരുന്നുണ്ടോ? ഇല്ല. ഞാൻ കളിയാക്കിയില്ലല്ലോ, എനിക്ക് വളരെ സന്തോഷമായി. ഇതുപോലെ ശക്തിയായ ഒരാൾ മുന്നിലിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും സന്തോഷമായിട്ട് ഊർജ്ജസ്വലമായിട്ട് ഇവിടെ നിന്നത് തന്നെ. ആരെങ്കിലും പറയുന്നുണ്ടോ? അവിടെ ഇരുന്ന് പറഞ്ഞാലും മതി. ജനറൽ സെക്രട്ടറി പറയാൻ റെഡി ആയിട്ടിരിക്കുക. ഓടിയോ? ഇവിടെ തെറ്റ്, ഇത് ശരിയാ, ഇത് എല്ലാവർക്കും പറയാൻ പറ്റും. അതിൻ്റെ രസം ഞാൻ പറഞ്ഞുതരാം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ആരാ ചിരിച്ചതെന്ന് എനിക്കറിയാം, ആരാ ചിരിച്ചതെന്നൊക്കെ എനിക്കറിയാം, അതൊക്കെ എനിക്കറിയാം ആരാ ചിരിച്ചതെന്ന്. പറയുന്നതിന് മുമ്പേ ചിരിക്കുകയാണ്, ഞാനെന്തോ ചെയ്യാൻ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി, കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി, കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി, കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. അവിടെ നിന്ന് ചിരിച്ചാൽ പോരാ, എല്ലാവർക്കും ചിരിക്കണം. ഇങ്ങോട്ട് വരൂ. ആരെങ്കിലും ഉണ്ടോ പറയാൻ വരുന്നു? അവിടെ ഇരുന്നോ, അങ്ങോട്ട് വരാം, ഞാൻ അങ്ങോട്ട് വരാം. ടീച്ചർമാരൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞു. ഇതങ്ങോട്ട് വന്ന് പറഞ്ഞാൽ പോലെ നല്ല ഒന്നാന്തരമായിട്ട് പറഞ്ഞു. നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടായോ? വേറെ ആരെങ്കിലും പറയുന്നോ? ഇതെല്ലാം ആ ഒരക്ഷരത്തേലെ നമ്മൾ പിടിച്ചിങ്ങനെ നിൽക്കുക. ആ അക്ഷരം വല്ലതും വന്നു പോയാലോ എന്ന് പേടിച്ച. എല്ലാം കൃത്യമായിട്ട് പറയുന്ന ആളുകൾ. പോട്ടെ, നമ്മുടെ സമയവും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ പതൊക്കെ പറഞ്ഞ് പഠിക്കുമെന്ന് എനിക്കറിയാം. ഇന്നിതായിരിക്കും പണി. വൈകിട്ട് സൂത്താറ കഴിയുമ്പോൾ ആരും മിണ്ടാതെ പോയി കിടന്നുറങ്ങണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ റൂമിനകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കാം, കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. ആരും അത് കേട്ട് പേടിക്കരുത്. ഒരാൾ വേറൊന്നായിരിക്കും പറയുന്നത്. ആർക്കും അസ്വസ്ഥതയൊന്നും ഉണ്ടാകരുത്. ഇല്ല, ഇത് ഞാൻ ചുമ്മാ, ഇതൊരു സിനിമയുടെ പാട്ടിൻ്റെ ആദ്യത്തെ വരിയാണ്. ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറയുന്ന മോഹൻലാൽ സിനിമയുടെ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു ഗാനമുണ്ട്. അതിൻ്റെ തുടക്ക വരി എന്നുള്ളതേ ഉള്ളൂ. കളകളമിളകും ഒരു അരുവിയിലലകളിൽ ഒരു കുള്ളിലൊരു പുളകം, കരളിൽ മലരിതൾ ഉതിരുമൊരു അളികുലമിളകിയ ചുരുളലകം. മോഹൻലാൽ പാടിയതാണ്. അത് എൻ്റെ ഓർമ്മയിൽ ഉള്ളത് എടുത്തു വെച്ചെന്നേ ഉള്ളൂ. കളകളമിളകും ഒരു അരുവിയിലലകളിൽ ഒരു കുള്ളിലൊരു പുളകം, കരളിൽ മലരിതൾ ഉതിരുമൊരു അളികുലമിളകിയ ചുരുളലകം. ഇതെല്ലാവർക്കും പറയാം, ആർക്കും ഇത് പ്രയാസം ഇതെന്നല്ല. ഏതും നിങ്ങളെല്ലാം സ്പീഡിൽ പറഞ്ഞു പോയതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ പറയാൻ ശ്രമിച്ചു. നിങ്ങളെങ്ങനെയാണോ പറയുന്നത് അതുപോലെ പറയാൻ ശ്രമിക്കാവൂ. അതുകൊണ്ടാണ് പലതും പറയാൻ കഴിയാതിരുന്നത്. ഇത് പറയാം, നിർത്തി വായിച്ച് ഒരു 10 പ്രാവശ്യം വായിക്കുമ്പോൾ എല്ലാവർക്കും പഠിക്കാം. കളകളമിളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. അടുത്ത വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. കരളിൽ മലരിതൾ ഉതിരുമൊരളികുലം ഇളകിയ ചുരുളലക. ഇങ്ങനെ നിർത്തി പറഞ്ഞാൽ നമുക്കൊക്കെയും പറയാൻ കഴിയും. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വീഡിയോ കാണിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. വീഡിയോ ശ്രദ്ധിക്കുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിചാരം.
ഇത്തിരി വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്, വളരെ ശ്രദ്ധിച്ചിരിക്കാം. വളരെ ale mój znajomy się takiego rzeczy nie było normalnie to było taką takiej wielkości. Bardzo przepraszam, nie chciałem. To przepraszam, ty przepraszasz, że ją boli. Sorry, nie chciałem. To nie chciałem, ja też nie chcę. Nie wolałam aż tak bardzo. Nie pozwolę nas skrzywdzić. Nie pozwolę, żeby ktoś nam dmuchał w kaszę. Hej, co ty robisz? Kiedy lecisz? Wracaj, jest sprawa do załatwienia. Wariowałaś? ഭാര്യ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നാണ് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ ഒരു വിശദീകരണം ആവശ്യമില്ല. പലപ്പോഴും നമ്മളത് വിടുകയാണ്. ഒന്നുമില്ല. ഇതൊരു വാചകം, ഏത് തമാശകൾക്കപ്പുറത്തേക്കും ഒരു കാര്യം ഉണ്ടാകണമല്ലോ. ഈ വാചകം അടുത്ത തലമുറയ്ക്കെങ്കിലും ഒരാശയമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ഡിസ്നി വേൾഡിൻ്റെ ഫ്രണ്ടിൽ എഴുതി വച്ചിരിക്കുന്ന, അതിൻ്റെ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാചകമാണ്. Every morning a lion gets up in Africa. It knows it has to run faster than the fastest deer or it will be starved. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കാം എല്ലാവർക്കും. ഡിസ്നി വേൾഡ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. വിശ്വവിഖ്യാതമാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഡിസ്നി ലാൻഡ്, ഡിസ്നിയുടെ ചാനൽ വരെ ഉണ്ട് ഇപ്പോൾ. അതിൻ്റെ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആദ്യത്തെ വാചകമാണ്. ഇനിയുണ്ട്, കഴിഞ്ഞില്ല. Every morning a lion gets up in Africa. It knows it has to run faster than the fastest deer or it will be starved. മലയാളത്തിൽ പറയണം. ശരി. എല്ലാ ദിവസവും രാവിലെ ഒരു സിംഹം ആഫ്രിക്കയിൽ എഴുന്നേൽക്കുന്നു. അത് വിചാരിക്കുന്നു, ഇന്ന് ആഫ്രിക്കയിലുള്ളത് ഏറ്റവും വേഗത്തിലോടുന്ന മാനിനേക്കാളും വേഗത്തിൽ എനിക്ക് ഓടാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ പട്ടിണിയായി പോകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വാചകം ഇങ്ങനെയാണ്. Every morning a deer wakes up in Africa. It knows it has to run faster than the fastest lion or it will be killed. ഇനി അതിൻ്റെ മലയാളം പറയേണ്ട കാര്യമില്ല. മാൻ ചിന്തിക്കുന്ന കാര്യമാണ്. എന്തുമായിക്കൊള്ളട്ടെ, മൂന്നാമതായിട്ട് അവിടെ എഴുതി വച്ചിരിക്കുന്ന വാചകം നിങ്ങളുടെ മനസ്സിലും നിങ്ങൾ പോകുന്നിടത്തൊക്കെയും നിങ്ങളുടെ ഏത് കുട്ടികളുടെ അടുത്തൊക്കെ തീർച്ചയായിട്ടും പറയേണ്ട ഒന്നാണ്. ഇനിയുള്ള പ്രയാണത്തിൽ അവർക്ക് ശക്തി പകരാൻ അങ്ങനെയുള്ളൊരാശയം കൂടി നിങ്ങളുടെ മനസ്സിൽ തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ എഴുതി വച്ചിരിക്കുന്ന ഇതാണ്: ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങളത് വലിയ കാര്യമൊന്നും ആക്കണ്ട. വെദർ യു ആർ എ ലയൺ ഓർ എ ഡീർ. നിങ്ങളൊരു സിംഹമായിക്കൊള്ളട്ടെ, ഒരു മാനായിക്കൊള്ളട്ടെ, നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, കീപ്പ് ഓൺ റണ്ണിങ്. അതാണ് ഞാൻ നല്ല പോർ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അവിടെയാണ്, ഇത് തന്നെയാണത്. ഓടുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് പോയിട്ട് ക്യാമ്പിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു നല്ല ആശയമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഇതൊരു വിശാലമായ വിഷയമാണ്. എന്നാൽ ഒന്ന് ശ്രദ്ധിക്കുക, ചെറിയൊരു വീഡിയോ ശ്രദ്ധിക്കുക. വളരെ
വളരെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞ അത്രയേ ഉള്ള സാധനം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. കണ്ടോ? കണ്ടില്ല? ഒരു പ്രാവശ്യം കൂടെ കാണും. ഒരു പുലി ഒരു മാനിനെ ഓടിക്കുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. മുമ്പ് എഴുതി വെച്ച വാചകത്തോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കാര്യമാണ്. നമ്മൾ എവിടെ ആയിരിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് നിർത്താം അല്ലേ? ഇനി കുറേ സാധനങ്ങളുണ്ട്, അത് നമുക്ക് വിടാം. സ്ത്രീകളുടെ ക്ലാസ്സിൽ സാധാരണഗതിയിൽ കൊണ്ട് കാണിക്കുന്ന ഒരു ചിത്രമായതുകൊണ്ട് ഞാൻ കളയാതെ ഇതിനകത്തും വെച്ചത്. വളരെ ശ്രദ്ധിച്ച് നോക്കുക. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ടി വി നമുക്ക് പിടികിട്ടി, അത് എഴുതി വെച്ചിരിക്കുന്നതും പിടികിട്ടി, ഇല്ലയോ? ആ മമ്മി എന്താണ് ചെയ്യുന്നതെന്നും പിടികിട്ടി. ആ മമ്മിയെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം മതി. ഈ ടി വി നമ്മുടെ വീടുകളിലൊക്കെ ഇതൊക്കെയാണോ സൃഷ്ടിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ബാക്കി വയ്ക്കുകയാണ്. അത് വായിക്കാൻ പറ്റുന്നുണ്ടോ? അമ്മ നൽകുന്നത് അമ്മിഞ്ഞയെങ്കിൽ മമ്മി നൽകുന്നത് മമ്മിഞ്ഞയല്ലേ? ഒന്നുമില്ല, എൻ്റെ ചെറിയ കവിതകളിൽ ഒന്ന് മാത്രം ആടി ചേർത്തെന്നുള്ളതേ ഉള്ളൂ. അമ്മ നൽകുന്നത് അമ്മിഞ്ഞയെങ്കിൽ മമ്മി നൽകുന്നത് മമ്മിഞ്ഞയല്ലേ എന്നുള്ള ചോദ്യം. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇതൊരു പഴഞ്ചൊല്ല് വെറുതെ രസത്തിന് വേണ്ടി എടുത്ത് വെച്ചതാണ്, ഒന്ന് വായിച്ചു പോകാം. ഈ പഴഞ്ചൊല്ല് ജപ്പാനിൽ പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് വായിക്കാം, എങ്കിലും ഞാൻ വായിച്ചു പോകാം. ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. ആർക്കും ചെയ്യാൻ കഴിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളത് ചെയ്യണമെന്ന് എവിടെ പറയും? ജപ്പാനിൽ പറയും. ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക. ഈ പഴഞ്ചൊല്ല് ഇന്ത്യയിൽ വരുമ്പോൾ എന്താണ് കാണാൻ പ്രയാസമുണ്ടല്ലേ? ഇന്ത്യയിൽ പറയുന്നു, ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അയാൾ തന്നെ അത് ചെയ്യട്ടെ. എന്തിന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം? ആർക്കും ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് വിട്ടുകളയുക. ഇത് ഇന്ത്യയിൽ പറയുന്നതാണ്. ഇനി ഇങ്ങോട്ട് വരും. നമ്മുടെ കേരളത്തിൽ ഈ പഴഞ്ചൊല്ല് എങ്ങനെ പറയുമെന്ന് ശ്രദ്ധിക്കുക. ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ആർക്കും ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുക. എന്തിന് വെറുതെ തലവേദന വിളിച്ചു വരുത്തണം? ഒരു എഴുതിയെടുക്കട്ടെ എന്നോ? ഞാൻ മെയിൽ ചെയ്ത് തരാം. ഇല്ല, എഴുതിയാൽ കുറേ സമയം എടുക്കും, അതുകൊണ്ടാണ്. എനിക്ക് മെയിൽ അഡ്രസ് തന്നാൽ മതി. ഇതും വേറെ അതിനകത്തുള്ള ആയിട്ട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് മെയിൽ ചെയ്ത് തരാം. ഓക്കെ, ടീച്ചർ സമയം തരുവാണെങ്കിൽ ഒരു പാട്ട് പാടും, അല്ലെങ്കിൽ ഞാനിവിടെ അവസാനിപ്പിക്കും. ഇല്ല, പാട്ട് പാടണ 10 മിനിറ്റ്. പറയുന്നു ഞാൻ അവസാനിപ്പിക്കണമെങ്കിൽ ഇവിടെ വെച്ചൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് പാടും. പക്ഷേ പാട്ട് പാടുന്നത് 10 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ വേണം. പാട്ട് ഞാൻ പാടല്ല, നിങ്ങളെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞോ? ശരി, നിങ്ങളോട് പാടുമെങ്കിൽ ഉറക്കെ ഇത്ര നേരത്തെ ഒരു സന്തോഷം കൊണ്ട് എൻ്റെ കൂടെ നിങ്ങൾ ഈ പാട്ട് പാടുമെങ്കിൽ ഒന്നിച്ച് പാടാം. ഇത് ഞാൻ പാടാൻ വേണ്ടിയുള്ളതല്ല, പക്ഷേ ഈ പാട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോയി കുട്ടികളുടെ അടുത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, പാട്ടിൻ്റെ വരികൾ നമ്മൾ പാടി പോവുകയാണ്. ഞാൻ പാടിത്തരാം. ഒന്നാം വേലിക്കൽ ചെന്നു പറിച്ചത് 1.5 വട്ടി പാവയ്ക്ക. ഉറക്കെ പാടിയില്ല, ഞാൻ നിർത്തും. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഞാൻ പോകുന്ന ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും, കുട്ടികളെന്നല്ല, കുട്ടികൾക്ക് മാത്രം ക്ലാസ് എടുത്ത് നിൽക്കുകയല്ല, എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും എനിക്ക് ഹൃദ്യമായി തോന്നിയിട്ടുള്ള ക്ലാസ്സുകളിൽ വലിയവർക്ക് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. ഇന്ന് നിങ്ങൾക്ക് അറിയാവുന്ന
ഏറ്റവും അധികം പ്രശ്നപൂരിതമായ ബഥേൽ സുലോക്കോ പള്ളിയിൽ പെരുമ്പാവൂർ പോയി ക്ലാസ് എടുത്തതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറന്നു പോകാത്ത. കാരണം അവിടെ പോയി ക്ലാസ് എടുത്ത 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ്, അപ്പച്ചനും അമ്മച്ചിയും മാത്രം. ഇനി ഒരിക്കലും മറന്നു പോകത്തുമില്ല. അതുപോലെ ഈ പാട്ടൊക്കെ അവരെയും കൊണ്ട് ഞാൻ പാടിച്ചതാണ്. ഒന്നാം വേലിക്കൽ ചെന്നു പറിച്ചത് 1.5 വട്ടി പാവയ്ക്ക, എനിക്കും വേണം പാവയ്ക്ക, എൻ്റെ അച്ഛനും വേണം പാവയ്ക്ക. പഠിച്ചോ ഒന്നിച്ച് പാടാം. ഇനി പാടിത്തരുന്നില്ല, ഒന്നിച്ച് ഉറക്കെ പാടാം. ഒന്നാം വേലിക്കൽ ചെന്നു പറിച്ചത് 1.5 വട്ടി പാവയ്ക്ക, എനിക്കും വേണം പാവയ്ക്ക, എൻ്റെ അച്ഛനും വേണം പാവയ്ക്ക. ഇത്രയും പഠിച്ചല്ലോ, ശരി. പാവയ്ക്ക ചെന്നു പറിച്ചാലും പാവലു വള്ളി പറിക്കരുതേ. ഉറക്കെ. പാവയ്ക്ക ചെന്നു പറിച്ചാലും പാവലു വള്ളി പറിക്കരുതേ. അത്രയും പഠിച്ചോ? ഇത് തന്നെയാണ് ഇനിയും പാടാൻ പോകുന്നത്. അത് മാറ്റി രണ്ടാം വേലിക്കൽ, ഉറക്കെ പഠിക്കോ. രണ്ടാം വേലിക്കൽ ചെന്നു പറിച്ചത് 2.5 വട്ടി പാവയ്ക്ക മാത്രമേ പറിക്കാൻ കിട്ടത്തുള്ളൂ. ഞാനൊന്ന് പാവയ്ക്കാന്ന് പറഞ്ഞു പോയി. കോവയ്ക്ക. രണ്ടാം വേലിക്കൽ ചെന്നു പറിച്ചത് 2.5 വട്ടി കോവയ്ക്ക, എനിക്കും വേണം കോവയ്ക്ക. പിന്നെ അച്ഛൻ ഇതെല്ലാം ചിന്തിച്ചാൽ മതിയല്ലോ. അച്ഛൻ മാത്രം, അച്ഛൻ എന്നാ പറഞ്ഞത് കേട്ടോ. ഇത്രയും സ്വാർത്ഥനാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കോവയ്ക്ക പറിച്ചപ്പോഴും അച്ഛന് കൊടുക്കും. ആ ശരി. രണ്ടാം വേലിക്കൽ ചെന്നു പറിച്ചത് 2.5 വട്ടി കോവയ്ക്ക, എനിക്കും വേണം കോവയ്ക്ക, എൻ്റെ അമ്മയ്ക്കും വേണം കോവയ്ക്ക, എനിക്കും വേണം കോവയ്ക്ക, എൻ്റെ അമ്മയ്ക്കും വേണം കോവയ്ക്ക. കോവയ്ക്ക ചെന്നു പറിച്ചാലും കോവയ്ക്ക് വള്ളി പറിക്കരുത്. ഒന്നാം വേലിക്കൽ ചെന്നു പറിച്ചത് 3.5 വട്ടി പടവലങ്ങ, എനിക്കും വേണം പടവലങ്ങ, എൻ്റെ അമ്മയ്ക്കും വേണം പറിച്ചത് 4.5 വട്ടി മത്തങ്ങ, എനിക്കും വേണം മത്തങ്ങ. ചേച്ചിക്ക് എനിക്കും വേണം മത്തങ്ങ, എന്റെ ചേച്ചിക്കും വേണം മത്തങ്ങ. മത്തങ്ങ ചെന്നു പറിച്ചാലും മത്തന്റെ വള്ളി പറിക്കരുതേ. മത്തങ്ങ ചെന്നു പറിച്ചാലും മത്തന്റെ വള്ളി പറിക്കരുതേ. 5ആം വേലിക്കൽ ചെന്നു പറിച്ചത് 5.5 വട്ടി കുമ്പളങ്ങ, 5.5 വട്ടി കുമ്പളങ്ങ, എനിക്കും വേണം കുമ്പളങ്ങ. ചേട്ടന് എന്റെ ഏട്ടനും വേണം കുമ്പളങ്ങ, എനിക്കും വേണം കുമ്പളങ്ങ, എന്റെ ഏട്ടനും വേണം കുമ്പളങ്ങ. കുമ്പളങ്ങ പറിച്ചാലും കുമ്പളം വള്ളി പറിക്കരുതേ. കുമ്പളങ്ങ ചെന്നു പറിച്ചാലും കുമ്പളം വള്ളി പറിക്കരുതേ. 6ആം വേലിക്കൽ ചെന്നു പറിച്ചത് 6.5 വട്ടി വെള്ളരിക്ക, ശരി. 6.5 വട്ടി വെള്ളരിക്ക, എനിക്കും വേണം വെള്ളരിക്ക. എന്റെ അച്ഛനോ? നാത്തൂന് എനിക്ക് അത് ചേനയായിരുന്നു കൊടുക്കേണ്ടത്. വെള്ളരിക്ക ശരി. എനിക്കും വേണം വെള്ളരിക്ക, എന്റെ നാത്തൂനും വേണം വെള്ളരിക്ക. വെള്ളരിക്ക എന്ന് പറിച്ചാലും വെള്ളരി വള്ളി പറിക്കരുതേ. വെള്ളരിക്ക എന്ന് പറിച്ചാലും വെള്ളരി വള്ളി പറിക്കരുതേ. 7ആം വേലിക്കൽ ചെന്നു പറിച്ചത് 7.5 വട്ടി. 7ആം വേലിക്കൽ ചെന്നു
അമ്മൂമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ സാധനം. എനിക്കും ഇത് പറയട്ടെ. എനിക്കും വേണം മുന്തിരിങ്ങ, എൻ്റെ അമ്മൂമ്മയ്ക്കും വേണം മുന്തിരിങ്ങ. മുന്തിരിങ്ങ മുന്തിരി വള്ളി പറിക്കരുതേ, മുന്തിരിങ്ങ ചെന്നു പറിച്ചാലും മുന്തിരി വള്ളി പറിക്കരുതേ. 8-ാം വേലിക്കൽ ചെന്നു പറിച്ചത് 8.5 വട്ടി. കഴിഞ്ഞു. വള്ളിയിലുണ്ടാവുന്ന സാധനം കഴിഞ്ഞു. ശരി, പയർ. പക്ഷേ പയർ എന്നുള്ളത് വൃത്തശാസ്ത്രപരമായിട്ട് ഇതിന് കൂടെ പാടാൻ പറ്റാത്തതായതുകൊണ്ട് അച്ചങ്ങ എന്ന് പറയും. ശരി. 8-ാം വേലിക്കൽ ചെന്നു പറിച്ചത് 8.5 വട്ടി അച്ചങ്ങ. എനിക്കും വേണം അച്ചങ്ങ, എൻ്റെ അയൽക്കാർക്ക്, നാട്ടുകാർക്ക്. എനിക്കും വേണം അച്ചിങ്ങ, എൻ്റെ നാട്ടുകാർക്കും വേണം അച്ചിങ്ങ. അച്ചിങ്ങ ചെന്നു പറിച്ചാലും അച്ചിങ്ങ വള്ളി പറിക്കരുതേ. അച്ചിങ്ങ ചെന്നു പറിച്ചാലും അച്ചിങ്ങ വള്ളി പറിക്കരുത്. എത്ര വേണേലും ഇനി പാടാം. പക്ഷേ അതിനേക്കാട്ടി സന്തോഷം ജീവിതത്തിൽ ഈ പാട്ട് പാടിയിട്ട് ആദ്യമായിട്ടാണ് ഇത് നാട്ടുകാർക്ക് കൊടുത്ത ഒരു വിഭാഗത്തെ ഞാൻ കാണുന്നത്. സത്യം, ഇത് ഞാൻ മറന്നു പോകത്തേയില്ല. ഈ പാട്ട് ഞാനൊരു അതൊക്കെ പറഞ്ഞാൽ പൊങ്ങച്ചു പോയി. ഇപ്പോൾ എത്ര സ്റ്റേജ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞാൽ വേണ്ട. എവിടെയൊക്കെ പോയിട്ടുണ്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് സ്വന്തക്കാർക്ക് ഒഴിച്ച് ബാക്കി ആർക്കെങ്കിലും ഈ ഒരു സാധനം കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു സമൂഹത്തെ ഞാൻ കാണുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് നിർത്തിയത്. അല്ലെങ്കിൽ 12 വരെ ഞാൻ പാടിപ്പോയനെ. അതുകൊണ്ടല്ല, എനിക്ക് ഉത്തരം കിട്ടി. ഇല്ലെങ്കിൽ ഞങ്ങളെ 4 ചീത്തയൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്ത് മനുഷ്യരാണ് എന്നൊക്കെ 4 ചീത്തയൊക്കെ പറഞ്ഞിട്ട് നിർത്താമായിരുന്നല്ലേ. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. സന്തോഷമുണ്ട്. നമ്മുടെ സമയം എന്നോട് ടീച്ചർ 3:15 വരെ സമയം തന്നു. ഞാൻ അധികമായിട്ട് സമയം എടുക്കുന്നതിനോട് താല്പര്യമില്ല. ഒരു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒരു സിനിമയിൽ കുഞ്ഞിക്കുൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് ദിലീപ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. എൻ്റെ പേര് വിമൽ കുമാർ എന്നാണ്. ഞാൻ എന്നെ വിമൽ കുമാർ എന്നാണ് വിളിക്കുന്നത്, ബാക്കി എല്ലാവരും എന്നെ കുഞ്ഞനെന്നാണ് വിളിക്കുന്നതെന്ന്. ഞാൻ എന്നെ വിളിക്കുന്ന പേരാണ് അല്ല, വിമൽ കുമാർ എന്നല്ല, സാമക്ഷര വീടെന്നുള്ളത്. എൻ്റെ ഔദ്യോഗികമായ പേര് ബിനു കെ സാമെന്നാണ്. എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നല്ലേ. എൻ്റെ സ്ഥലം തേക്കുതോട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. തേക്കുതോട് അറിയാൻ വയ്യാത്തവർക്ക് പറയാം. പത്തനംതിട്ടയിൽ കോന്നിയും തിരിഞ്ഞു പോകണം. അവിടെ നിന്ന് 20 കിലോമീറ്ററോടെ കിഴക്കോട്ട് സഞ്ചരിക്കണം. ഞാൻ പത്തനംതിട്ടയിൽ ഒരു സ്കൂളിൽ അധ്യാപകനാണ്. സ്കൂളിൻ്റെ പേര് സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ എന്നാണ്. താമസിക്കുന്നത് കോട്ടയം ടൗണിലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വിശേഷങ്ങളൊക്കെ അവസാനിക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, ഞാൻ പറയത്തില്ല ഇനി എവിടാണ്, കോട്ടയത്ത് എവിടാണ്. അവസാനം എന്നോട് ചോദിക്കുക. ഞാൻ സ്ഥലമൊന്നും പറഞ്ഞു തരത്തില്ല. ടൗണിൽ തന്നെ, ചാലുകുന്നില്ല. സ്വന്തമായിട്ടുണ്ട്. അപ്പനും അമ്മയും അധ്യാപകരായിരുന്നു. രണ്ടുപേരും അധ്യാപകവൃത്തി ഒക്കെ സർക്കാരിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അവസാനിപ്പിച്ചു. വീട്ടിലുണ്ട്. എൻ്റെ കൂടെയല്ല, തേക്ക് തൊട്ടിലുണ്ട്. സ്വന്തമായിട്ടൊരു ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഭാര്യയുടെ പേര് മിനി എന്നാണ്. അധ്യാപികയാണ്. മകളുടെ പേര് ആർച്ച എന്നാണ്. 8-ാം ക്ലാസ്സിൽ ബേക്കർ സ്കൂളിൽ പഠിക്കുന്നു, കോട്ടയത്ത്. മതിയൽ അത് ഭാര്യ കോട്ടയം CMS കോളേജിലെ മലയാള അധ്യാപികയാണ്. ശരി, നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. വളരെ സന്തോഷമായെന്ന് വിചാരിക്കണം. കഥ പറയുന്നതിന് മുമ്പ് ഇവിടെ എനിക്ക് ഔദ്യോഗികമായ ഭാഷയൊന്നും തീരെ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് ഇത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 2-3 പേര് വന്ന് എനിക്ക് നന്ദി പറയുന്നതായിരിക്കും. ഔദ്യോഗികമല്ല, ഞാൻ ക്ഷണിക്കുന്നതാണ്. ആര് വരുമെന്നുള്ളതാണ്. പെട്ടെന്ന് വരണം. എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് നന്ദി പറയുന്നത്. ഞാൻ കഴിഞ്ഞ ഏതാണ്ട് 2 മണിക്കൂറിന് അടുത്ത സമയം ഇവിടെ കൊണ്ട് നിൽക്കുകയാണ്. ആരുമില്ല വരാൻ.
ആർക്ക് വേണേലും വരാം. ഓടിയോ. ഇനി ഞാൻ ഒന്നും പറയില്ല. എൻ്റെ പറച്ചിൽ ഒരു കഥ മാത്രമേ ഉള്ളൂ. അത് കഥ അവസാനം പറയും. കളിയാ ഞാൻ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഇത്രയും നേരം ഞങ്ങളെ ക്ലാസ്സല്ല ഞങ്ങളെ വളരെയധികം മസിൽ പിടിച്ചൊക്കെ ഇരിക്കുന്ന കൊച്ചമ്മമാരെന്ന് സ്വയം ഞങ്ങൾ തന്നെ വിചാരിക്കുന്ന കൊച്ചമ്മമാരെയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ചിരിപ്പിച്ച സാം അക്ഷരവീട് എന്ന് വിളിക്കുന്ന ബിനു സാറിന് നന്ദി പറയുക എന്ന കർത്തവ്യം അറിയാതെ എന്നിലേക്ക് വന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത്രയും നേരം വളരെ റിലാക്സ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി നമ്മളെല്ലാവരും ഒരു പുത്തൻ യുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് പുരോഗമനത്തിൻ്റെയും പുരോഗതിയുടെയും പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെയൊക്കെ പുതപ്പിനുള്ളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന തലമുറയോടൊപ്പം ഉറക്കം നടിച്ച് പലതും കണ്ടും കാണാതെയും ഇരിക്കുന്ന ഈ ലോകത്തിൽ ഇത്രത്തോളം മനുഷ്യനെ ചിരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ എന്നതിൽ ദൈവം ഇരട്ടി ആയുസ് കൊടുത്ത് അനേകരുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുവാൻ ദൈവം ഇരട്ടിയായിട്ട് ആയുസ്സും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും ജീവിതത്തിൻ്റെ പന്താവിൽ അച്ഛൻ രാവിലെ പറഞ്ഞ പോലെ വിസ്മയിപ്പിച്ചുകൊണ്ട് അനേകരെ വിസ്മയിപ്പിച്ചുകൊണ്ട് പറന്ന് നടക്കുന്ന ഒരു തുമ്പിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ കളിയാക്കരുതെന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് എന്നോട് ചോദ്യം ചോദിക്കുകയാണേ. അത് ഞാൻ ഉറക്കെ പറഞ്ഞാൽ കളിയാക്കാൻ തുല്യമായിപ്പോൾ. അതുകൊണ്ട് ഇനി ആരാ വരുന്നേ? അതുകൊണ്ട് എന്നെ നേരത്തെ പരിചയമുള്ളവർ കൈവക്കിക്കേ. എത്ര പേരുണ്ടായിരുന്നു കാണുന്നുണ്ട്? ഇത്രയും പേരൊക്കെ ഉണ്ടല്ലേ? നേരത്തെ ഞാൻ ചോദിക്കേണ്ടതാ. പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട കൊച്ചമ്മമാരെ, പ്രിയപ്പെട്ട ബിനു സാറേ എന്ന് വിളിക്കുമ്പോൾ എന്നിട്ട് കാതലിക്കറ്റ് കോളേജിൽ ഞാൻ PhD ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ബിനു ചേച്ചി എന്ന് വിളിച്ച് ഞങ്ങൾ വളരെ അടുപ്പമായിരുന്ന ബിനു എൻ്റെ പുറകെ നടന്ന ആ ബിനുവിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം കോട്ടയത്ത് വെച്ച്, അതും കുറേ വർഷങ്ങളായി, ഞങ്ങളൊരിക്കൽ കാണുകയും കുടുംബകാര്യങ്ങളൊക്കെ അത്യാവശ്യം സംസാരിക്കുകയും ചെയ്തതിന് ശേഷം ഞാൻ ബിനുവിനെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ മാഗസിൻ എഡിറ്ററായിരുന്നു ബിനു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ജയിച്ചു. അന്ന് എങ്ങനെ ചേച്ചി എന്ന് വിളിച്ച് എത്രമാത്രം ആ നിഷ്കളങ്കതയോടുകൂടി എത്രമാത്രം ഒരു കൂട്ടിൽ നടന്ന അതേ ബിനുവിനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനാണെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അന്നത്തെ ആ നിഷ്കളങ്കത ഇന്നും ബിനു മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യത്തക്ക തരത്തിലുള്ളൊരു ക്ലാസ്സാണ് ഇപ്പോൾ കഴിഞ്ഞത്. ക്ലാസ് എന്ന് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്ര രസകരമായിട്ട്, എന്നാൽ ആ തമാശകൾക്കെല്ലാം ഇടയിൽ ചിന്തിക്കാൻ ഓരോന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അത്ര നന്നായിട്ട് ബിനുവിന് ചെയ്യാൻ കഴിഞ്ഞു. എനിക്കതിൽ വളരെയേറെ സന്തോഷവും അഭിമാനമുണ്ട്. ഇത്രയേറെ വർഷങ്ങൾക്ക് ശേഷം ബിനുവിനെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ബിനുവിനെ കണ്ടപ്പോഴേ ഞാൻ ഓടിച്ചെന്ന് തുടക്കത്തിലൊന്ന് ബിനു തന്നെ അല്ലേ എന്നൊന്ന് ഉറപ്പിക്കാനായിട്ടും കൂടെ ഇടയായത്. അതുകൊണ്ടാണ് വളരെ സന്തോഷം ബിനുവിനെ കാണാനിടയായതിൽ. ഞങ്ങൾക്കെല്ലാം ഒരു ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ കുറേയേറെ നേരം ഞങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാനായിട്ട് ബിനുവിനെ കിട്ടിയതിലുള്ള സന്തോഷം എല്ലാവരോടും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആൾ പറഞ്ഞ് കളിയാക്കരുതെന്ന് പറഞ്ഞു. ഇത് പക്ഷേ എൻ്റെ ഭാര്യ ഇവിടെ ഇന്ന് ഈ നന്ദി കേൾക്കാൻ ഞാൻ ഭാഗ്യമായി. അല്ലല്ല, അത് പോട്ടെ, പുറകെ നടന്നെന്ന് പറഞ്ഞത് അത് പോട്ടെ. അത് കഴിഞ്ഞ് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനാണോന്ന് സംശയമുണ്ടെന്ന്. ഒരാളൂടെ വരുമ്പോൾ ഇവിടെ അവസാനിപ്പിക്കും. ഇതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം. ഒരാളൂടെ അല്ല, 2 ചെറുപ്പക്കാരാണ് വന്നത്. അതിൻ്റെ കാര്യം എന്താ? അയ്യോ പോര്, ഞാൻ അവർക്കൊരു അവസരം കിട്ടട്ടെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ കൊച്ചമ്മമാരെ, ക്ലാസ് എടുത്ത ബിനു സാറ്, എനിക്ക് നേരത്തെ വ്യക്തിപരമായിട്ട് അടുപ്പമില്ല. ഇന്ന് ആദ്യമായിട്ടാണ് എനിക്ക് ക്ലാസ് ലഭിക്കുന്നത്. ലഭിച്ച ക്ലാസ്സിന് ഒരു വാക്ക് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സാധാരണ രീതിയിൽ ഉച്ചയൂണ് കഴിഞ്ഞ് ഏതൊരു വ്യക്തിയും ഒരു ചെറുമയക്കത്തിലേക്ക്, അത് വലിയ തിയോളജിയുടെ ക്ലാസ് ആയാലും ഏത് ക്ലാസ് ആയാലും നമ്മളറിയാതെ ഒന്ന് ഉറക്കത്തിലേക്ക് ഒന്ന് വഴുതി പോകുന്ന ഒരവസ്ഥ ഏത് മനുഷ്യനും ഉണ്ടാകും.
ആ അവസ്ഥയിൽ നിന്ന് വളരെ നർമ്മകരമായ ഒരു ലോകത്തിലേക്ക് നമ്മളെ ഏതാണ്ട് 1 മണിക്കൂറിലധികമായിട്ടൊന്ന് കൊണ്ട് എത്തിക്കുവാനായിട്ട് പ്രിയ ബിനു സാറിന് സാധിച്ചു. വളരെ മനോഹരമായ, എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു 5-6 വയസ്സുകൂടെ കുറഞ്ഞെന്ന് തോന്നുന്നു. നമ്മൾ വന്നപ്പോഴത്തേനേക്കായി കുറച്ചുകൂടെ നമുക്ക് ഓരോരുത്തർക്കും കുറച്ചും കൂടെ പ്രായം കുറഞ്ഞതായിട്ട്, കാരണം അത്രത്തോളം ചിരിക്കാനും ചിന്തിക്കുവാനും നമുക്ക് സാധിച്ചു. അടുക്കളയുടെ അരങ്ങിൽ നിന്ന് അരങ്ങിൻ്റെ അടുക്കളയിലേക്ക് എന്ന മെയിനായിട്ടുള്ള വിഷയമായിരുന്നു എങ്കിൽ കൂടി നമ്മുടെ ജീവിതയാത്രയിൽ പ്രിയ കൊച്ചമ്മമാരായിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ലക്ഷ്യം തെറ്റാതെ ഓടുവാനായിട്ട് ഒരാശംസ തരികയും, വേദപുസ്തകത്തിൽ വചനത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ആ നീതിയുടെ കിരീടത്തിനായിട്ട് നന്നായിട്ട് ഓടുവാനായിട്ടുള്ള ഒരു ആഹ്വാനവും കൂടെ നമുക്ക് തന്നു. പ്രിയ ബിനു സാറിൻ്റെ ഡീറ്റെയിൽസ് സാറ് തന്നെ പറഞ്ഞു. എനിക്ക് അധികം പറയാനായിട്ട് അറിയത്തില്ല. നിങ്ങൾ കേട്ടതുപോലെ ഞാനും കേട്ടുള്ളൂ. എങ്കിലും ആയുസ്സും ആരോഗ്യവും തമ്പുരാൻ ദാനമായിട്ട് കൊടുക്കട്ടെ. നന്നായിട്ട് ശോഭിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ കൃപ ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ പേരിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഥ അവസാനമായിരിക്കും പറയുന്നത്. മനഃപൂർവ്വം എന്ന് പറയിപ്പിച്ചാൽ ഈ ഔപചാരികമായിട്ട് പറയുന്നതിന് അപ്പുറത്തേക്ക് കൃത്യത ഉണ്ടാകുന്നത് അനൗപചാരികമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു സ്നേഹത്തിൻ്റെ ഭാഷ ഉണ്ടാകുന്നത്. അതെല്ലാം അവിടെ നിന്ന് നിങ്ങൾ പിന്നെ ചിന്തിക്കും എന്തിനായിരുന്നു അങ്ങനെ ചെയ്തതെന്ന്. ഇതല്ല, കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അത് വിടുകയാണ്. എനിക്ക് വേറൊരു സന്തോഷമുള്ളത്, ഈ പരിമലയുടെ ഈ മണ്ണിൽ എനിക്ക് വളരെ ദൈവം അനുഗ്രഹിച്ച് എന്നെ നിർത്തിയിട്ടുള്ള ഒരു മണ്ണാണിത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഏറ്റവും മികച്ച ബാലസമാജ അംഗത്തിനുള്ള മാർ ഗ്രിഗോറിയൻ അവാർഡ് 1991 വാങ്ങിച്ച ആളാണ് ഞാൻ. പക്ഷേ ദൈവം സഹായിച്ച ആർക്കും അറിയത്തില്ല. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഫ്രെയിം ചെയ്ത് വെക്കാനില്ലാതിരുന്നുകൊണ്ട് അതും ചെയ്തില്ല. എനിക്ക് കിട്ടിയതൊരു വേദപുസ്തകമാണ്. അപ്പോൾ അന്ന് ഏറ്റവും മികച്ച ബാലസമാജ അംഗത്തിന് കൊടുത്തതാണ്. അത് ഞാൻ ഈ പരമലയുടെ മണ്ണിൽ നിന്നാണ് അത് വാങ്ങിച്ചത്. പരമല പെരുന്നാളോടനുബന്ധിച്ച് MGOCSMൻ്റെ മീറ്റിങ്ങിൽ നിന്ന് സംസാരിച്ച, അത് ലൈവ് ടെലികാസ്റ്റ് ആയിരുന്നത് കൊണ്ടും ഒരുപാട് പേരുടെ നല്ല അഭിപ്രായം കേൾക്കാൻ ഇടയാക്കിയത് ഇതേ മണ്ണാണ്. ഇനി അതിനേക്കാളും രസം MGOCSMൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ അതിനകത്തിൽ കുപ്പായം ഇടാതെ ആ വേദിയിൽ സംസാരിച്ച ഒരേ ഒരാൾ ഞാൻ മാത്രമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അത് ഈ പള്ളിയുടെ അപ്പുറത്തിട്ട പന്തലിലായിരുന്നു. അത് ഒരു 10,000-15,000 പേരിരിക്കുന്ന വേദിയിൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, ഒരു വൈദിക പട്ടം ലഭിക്കാതെ വേദിയിൽ സംസാരിച്ച ഒരേ ഒരാൾ ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ മണ്ണ് വളരെ വേണ്ട, അത് ഞാൻ അവിടെ നിർത്തുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ, എല്ലാവരോടും നന്ദി പറയുകയാണ്. പുതുപ്പള്ളിയിലുള്ള പുതുപ്പള്ളിയല്ലേ? എന്തോ ഇനിയും പറയുവാ, എനിക്ക് വളരെ സന്തോഷമാണ്. പറയുന്നോ? ഇല്ല, ശരി. എല്ലാവരോടും, കാരണം ഞാൻ മുമ്പേ പറഞ്ഞു വൈദികരോട് സംസാരിക്കുന്ന ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ വൈദികരുടെ ഭാര്യമാരോട് സംസാരിക്കുന്നതിൻ്റെ എനിക്കറിയാം, അതുകൊണ്ടാണ് അത് ആവട്ടെ. അപ്പോൾ ഈ സമയത്ത് നിങ്ങളോട് ഇത്രയും പേരോട്, പ്രിയപ്പെട്ട ജെസ്സി ടീച്ചറോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ഒരേ മേഖലയിൽ ആണ്, ഒരേ അധ്യാപക സംഘടനയുടെ പ്രവർത്തകരാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ കൂടുതൽ എപ്പോഴും കാണുന്ന ഒരു സൗഹൃദം. എനിക്കൊരവസരം തന്നു എന്നുള്ളതാണ്. ഇനി സഭയുടെ വേദിയിൽ അധികം അവസരങ്ങൾ കിട്ടാത്ത, അതിൽ സങ്കടമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം എവിടെയൊക്കെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുവോ അതിനപ്പുറത്തേക്ക് ദൈവം കൊണ്ട് നിർത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ടീച്ചർ എന്നെ പ്രത്യേകം ഓർത്തു. നിങ്ങളുടെ ഈ ഒരു വാർഷിക സമ്മേളനത്തിൽ എനിക്ക് കിട്ടിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ടീച്ചറോട് അതിനുള്ള മുഖാന്തരമായതിലുള്ള നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ കഥയിലേക്ക് കടക്കുകയാണ്. എന്തിനാ കഥ പറഞ്ഞു വെച്ചാൽ, കഥ പറഞ്ഞാൽ തുടങ്ങിയത്, കഥ പറഞ്ഞ് അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ്. ഇതൊരു തമാശ കഥയാണ്, പോരെ? അത് വളരെ സീരിയസ് ആയിട്ടുള്ള കഥ പറയണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഇവരെക്കുറിച്ചുള്ള കഥ പറയാതെ ഒരു ക്ലാസ്സും എവിടെയെങ്കിലും പറഞ്ഞിരിക്കും. ഇത് വെറുതെ രസത്തിന് വേണ്ടി ഞാൻ പറയുന്നതാണെന്ന് കൂടി വിചാരിക്കുക. എൻ്റെ കഥയിലെ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളാണ് ഒരു അമേരിക്കക്കാരൻ, ഒരു റഷ്യക്കാരൻ, ഒരു ഇന്ത്യക്കാരൻ. ഇവർ കണ്ടുമുട്ടിയാൽ അതീവ രസകരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഒരു സംഭവ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരിക്കൽ അവർ കണ്ടുമുട്ടി. അപ്പോൾ അമേരിക്കക്കാരൻ പറഞ്ഞു,
ഞങ്ങളുടെ വിമാനങ്ങളൊക്കെ ആകാശത്ത് മുട്ടിയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ സംശയാലുവായ ഇന്ത്യക്കാരെ മലയാളി ചോദിക്കുകയാണ്, ആ മുട്ടിയാണോ പോകുന്നത്? അപ്പോൾ അമേരിക്കക്കാരൻ പറഞ്ഞു, മുട്ടിയാണോ എന്ന് ചോദിച്ചാൽ 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ വ്യത്യാസം വരും. ഉടനെ അമേരിക്കക്കാരൻ പറഞ്ഞതല്ലേ, റഷ്യക്കാരൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. റഷ്യക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ അന്തർവാഹിനികളൊക്കെ സമുദ്രത്തിൻ്റെ അടിയിൽ മുട്ടിയാണ് പോകുന്നത്. ഉടനെ നമ്മുടെ സംശയാലുവായ ഇന്ത്യക്കാരെ മലയാളി ചോദിക്കുകയാണ്, ആ മുട്ടിയാണോ പോകുന്നത്? അപ്പോൾ റഷ്യക്കാരൻ പറഞ്ഞു, മുട്ടിയാണോ എന്ന് ചോദിച്ചാൽ 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ വ്യത്യാസം വരും. 2 പേര് 2 പൊങ്ങച്ചം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരൻ മലയാളിക്കൊന്നും പറയാതിരിക്കാൻ തരമില്ല. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ ഭക്ഷണം കഴിക്കുന്ന മൂക്കിൽ കൂടാണ്. അപ്പോൾ അമേരിക്കക്കാരൻ റഷ്യക്കാരനും അന്തം വിട്ട് ചോദിക്കുകയാണ്, മൂക്കിൽ കൂടാണോ ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരൻ മലയാളി പറഞ്ഞു, മൂക്കിൽ കൂടാണോ എന്ന് ചോദിച്ചാൽ 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇനിയും എൻ്റെ ഇത്രയും ക്ലാസ്സിനെ കുറിച്ചുള്ള 1 ഇഞ്ച് 2 ഇഞ്ച് വ്യത്യാസത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.